നമസ്കാരം. അയ്യപ്പ സംഗമത്തിന്റെ കണക്ക് നോക്കിയ ഓഡിറ്റർക്കല്ല, പിഴച്ചത് ദേവസ്വം ബോർഡിനാണെന്ന് തുറന്ന് സമ്മതിച്ച് ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. ഓഡിറ്റർ പല ചോദ്യങ്ങളും ഉന്നയിച്ചു. അതിന് മറുപടി നൽകാനോ ശരിയായ ആശയവിനിമയം നടത്താനോ ബോർഡിന് കഴിഞ്ഞില്ല. നന്ദഗോവിന്ദം ഭജന നടത്തിയെന്ന് ബില്ല് കൊടുത്തത് ബോർഡിന്റെ നോട്ടപ്പിശകാണ്. IIICയുമായുള്ള ധാരണാപത്രം 8.22 കോടിയാണെങ്കിലും ബോർഡ് 4.99 കോടിയെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത് മുതൽ പ്രതിരോധിക്കാൻ എന്തെല്ലാം കാപ്സ്യൂളുകളായിരുന്നു. ഇത് വരവ് ചെലവ് കണക്കല്ല, എസ്റ്റിമേറ്റ് ആണ്. മാധ്യമപ്രവർത്തകർക്ക് കണക്കറിയാത്തത് കൊണ്ടാണ്. നന്ദഗോവിന്ദം ഭജൻസ് വന്നു എന്ന് ബില്ല് കൊടുത്തിട്ടില്ലെന്ന് തുടങ്ങി കനുകോലു എഴുതിക്കൊടുത്ത കണക്കാണെന്ന് വരെ പറഞ്ഞു. ഇതുവരെ ഇറങ്ങിയ എല്ലാ ക്യാപ്സ്യൂളുകളും ദേവസ്വം പ്രസിഡന്റ് തന്നെ നിർവീര്യമാക്കിയിരിക്കുകയാണ്. ന്യായീകരണവുമായി വരില്ലേ ഇനിയും ഇതുവഴി എന്ന് ചോദിച്ചുകൊണ്ട് ഇന്ന് സൂപ്പർ പ്രൈം ടൈം തുടങ്ങുന്നു. എന്നോടൊപ്പം ശ്രീ കെ എസ് അരുൺകുമാർ CPM, ശ്രീ ശങ്കുട്ടിദാസ് BJP, ശ്രീ പഴകുളം മധു കോൺഗ്രസ്, ശ്രീ TK രാജഗോപാൽ മുതിർന്ന മാധ്യമ പ്രവർത്തകർ എന്നിവർ. ശ്രീ കെ എസ് അരുൺകുമാർ, നമുക്ക് 17-ാം തീയതി കാണാം എന്ന് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ചർച്ച പിരിഞ്ഞത്. ഇന്ന് അങ്ങേക്ക് കടുത്ത തിരക്കുകൾ ഉണ്ടായിരുന്നു, അത് മാറ്റിവെച്ചും ചർച്ചയിൽ പങ്കെടുക്കാൻ സന്നദ്ധനായതിൽ നന്ദി ആദ്യമേ പറയുകയാണ്. ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് വിശദീകരിക്കുമ്പോൾ ആ വിശദീകരണം അങ്ങ് കേട്ടുകാണുമെന്ന് ആണ് ഞാൻ വിചാരിക്കുന്നത്. അവസാനത്തെ ചർച്ചയിൽ ഓഡിറ്റർക്കാണ് തെറ്റുപറ്റിയത്, ഈ ഓഡിറ്റ് ശരിയല്ല എന്നാണ് അങ്ങ് വാദിച്ചിരുന്നത്. എങ്കിൽ നോക്കൂ, ഇന്ന് മിയാ കുൾപ്പ മിയാ മാക്സിമ കുൾപ്പ, എന്റെ പിഴ എന്റെ വലിയ പിഴ എന്ന് ഏറ്റുപറയുകയാണ് ദേവസ്വം ബോർഡ്. ഇനിയിപ്പോ വേറെന്തെങ്കിലും ന്യായീകരണം ബാക്കിയുണ്ടോ? നമ്മളന്ന് ചർച്ച അവസാനിപ്പിച്ചത് 17-ാം തീയതി കാണാം എന്ന് പറഞ്ഞ് തന്നെയാണ്. അന്നും ഞാൻ ഊന്നി പറഞ്ഞത് ഇത്തരത്തിലൊരു ഓഡിറ്റ് റിപ്പോർട്ട് ദേവസ്വം ബോർഡ് കണ്ടിട്ടില്ല. ദേവസ്വം ബോർഡ് അത്തരത്തിലൊരു ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല. ദേവസ്വം ബോർഡ് കാണാത്ത ഒരു ഓഡിറ്റ് റിപ്പോർട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ വഴി സമർപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അതിന് ആധികാരികതയില്ല. അതിൽ എനിക്ക് തന്നെ വെരിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്നും അതുപോലെ തന്നെ പല രേഖകൾ നോക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഒരു സ്പോട്ട് ഇൻസ്പെക്ഷൻ അടക്കം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം തന്നെ, ഓഡിറ്റർ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി. ഫിസിക്കൽ വെരിഫിക്കേഷൻ ഇല്ല എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഊന്നി പറഞ്ഞത് ദേവസ്വം ബോർഡിന്റെ അംഗീകാരമില്ലാത്ത ഒരു ഓഡിറ്റ് റിപ്പോർട്ടാണ് എന്ന് തന്നെയാണ്. ഇപ്പോഴും ഞാൻ അതിൽ പൂർണ്ണമായിട്ട് ഉറച്ചു നിൽക്കുന്നു. ഞാൻ അന്ന് പറഞ്ഞ കാര്യത്തെ തെറ്റിക്കുന്ന അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് കാണിക്കുന്ന ഒരു വിവരവും ദേവസ്വം ബോർഡ് ചെയർമാൻ ഇന്നും പറഞ്ഞിട്ടില്ല. ആകെ വന്ന ഒരു മാറ്റം, ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ബില്ലുകൾ ഓഡിറ്റർക്ക് കൊടുക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ആവശ്യപ്പെട്ട രേഖ കൊടുക്കുന്ന കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ഉണ്ടായിട്ടില്ല, അതിൽ കുറവുണ്ടായിട്ടുണ്ട് എന്ന ഒരു അഡ്മിഷൻ ദേവസ്വം ബോർഡ് ചെയർമാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് കറക്റ്റ് ആണ്. കാരണം ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഓഡിറ്റിങ്ങിന് ഒരു കൃത്യമായി ഫോം ഉണ്ട്. അതെ, ഇന്ന് അദ്ദേഹം വിശദീകരിച്ചത് ഞാൻ ഓരോ വാചകങ്ങളായി പറയാം. ഓഡിറ്റർ പല ക്വറികളും ഉന്നയിച്ചു. ഞങ്ങൾ അതിന് മറുപടി കൊടുക്കുകയോ വേണ്ടത്ര ആശയവിനിമയം നടത്തുകയോ ചെയ്തില്ല. അതാണ് പ്രശ്നമായത്. സമയത്തിന് റെക്ടിഫിക്കേഷൻ നടത്താത്തതാണ് പ്രശ്നം. അത് ഓഡിറ്ററുടെ പ്രശ്നമല്ല, ഞങ്ങൾ മറുപടി കൊടുക്കാത്തത് കൊണ്ടാണ്. ഇത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞാണ്. ഒന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ കാര്യം വളരെ വ്യക്തമായി പറയുമ്പോൾ, ഒന്ന് ദേവസ്വമാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ട് റിസീവ് ചെയ്തത്. ദേവസ്വം ആണ് അത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക്, അതായത് ദേവസ്വം കമ്മീഷണറാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറുന്നത്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറാണത് ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നത്. ദേവസ്വം കയ്യിൽ കിട്ടിയ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യാത്തത് നാട്ടുകാരുടെ കുഴപ്പമല്ലല്ലോ. അല്ല, അത് ഗവൺമെന്റിന്റെ കുഴപ്പമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻഡിപെൻഡന്റ് ആയി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണല്ലോ ദേവസ്വം ബോർഡ്. ഇപ്പൊ കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട ചില MLA-മാർ തന്നെ ചോദ്യം ചോദിച്ചല്ലോ, 2016 മുതൽ 2021 വരെ ദേവസ്വം മിനിസ്റ്റർ എത്ര തവണ ദേവസ്വം ബോർഡ് യോഗത്തിൽ പങ്കെടുത്തു എന്ന്. ഒറ്റ തവണ പങ്കെടുത്തില്ല എന്നും അങ്ങനെ പങ്കെടുക്കാൻ പാടില്ലെന്നും അതിന് നിയമം അനുശാസിക്കുന്നില്ല എന്നും പറഞ്ഞു. അപ്പൊ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം, സ്വയംഭരണ സംവിധാനം എന്ന രൂപത്തിൽ ദേവസ്വം ബോർഡ് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു. അത് ചെയ്തിട്ടില്ല എന്ന് ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ തന്നെ അഡ്മിറ്റ് ചെയ്തതാണ് നമ്മുടെ മുന്നിലുള്ളത്. അത് ആരാണ് അഡ്മിറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ആരാണ് ആ ചുമതല നിർവഹിക്കാത്തത്? ഇപ്പൊ ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് തന്നെ വച്ചിരിക്കുന്ന ഓഡിറ്റർ. ആ ഓഡിറ്റർ ഏത് കുറി ചോദിച്ചാലും ഏത് രേഖകൾ ചോദിച്ചാലും ഉത്തരവാദിത്തപ്പെട്ട ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന് അത് കൊടുക്കണം. അത് കൊടുക്കാതെ ഡിലേ വരുത്തി ആ രേഖകൾ കിട്ടാതെ വരുമ്പോ, കിട്ടാത്ത സാഹചര്യത്തിൽ ഓഡിറ്റിംഗ് അവസാനിപ്പിക്കാൻ പാടില്ലായിരുന്നു. കാരണം എനിക്ക് ഇന്ന രേഖ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എന്റെ ഓഡിറ്റിംഗ് ഈസ് നോട്ട് കംപ്ലീറ്റ് എന്നതാണ് അദ്ദേഹം പറയേണ്ടത്. പക്ഷേ ആ റിപ്പോർട്ട് ഓഡിറ്റിംഗ് പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ കൊടുക്കുന്നു. ആർക്ക് കൊടുക്കുന്നു? ദേവസ്വം കമ്മീഷണർക്ക് കൊടുക്കുന്നു.
ഈ രേഖ കൊടുക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനായ ദേവസ്വം കമ്മീഷണർ അത് വായിച്ചു നോക്കി അതിൽ ഏതൊക്കെ കുറവാണ് എന്ന് കണ്ടെത്തി പരിഹരിച്ച് ദേവസ്വം ബോർഡിന്റെ ഭാഗം കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട അദ്ദേഹം അത് ചെയ്യാതെ നേരത്തെ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ വഴി ഹൈക്കോടതിയിൽ കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് ചെയർമാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കൃത്യമായി തന്നെ പരിശോധിക്കും, അന്വേഷിക്കും. ഇപ്പൊ 26-ാം തീയതി വരെ ഇതിലുള്ള റെക്ടിഫിക്കേഷനാണ് ഞങ്ങളുടെ ലക്ഷ്യമെങ്കിലും മറ്റു കാര്യങ്ങളും പരിശോധിക്കുമെന്ന് പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശബരിമലയുടെ പേരിൽ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ പേരിൽ ഏതെങ്കിലും കള്ളത്തരം കാണിക്കുന്ന അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ട് അത് ന്യായീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഒരു കാരണവശാലും ഒരു നയാ പൈസ പോലും ദേവസ്വം ബോർഡിന്റെ ഈ ആഗോള അയ്യപ്പ സംഘവുമായിട്ട് ചെലവഴിക്കില്ല എന്ന് പറഞ്ഞ വാക്ക് പൂർണ്ണമായി പാലിക്കുമെന്ന് തന്നെയാണ് ഇന്ന് ദേവസ്വം ബോർഡ് ചെയർമാൻ പാലിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. നോക്കൂ, ഒന്ന് മാതൃഭൂമി ന്യൂസ് ആണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. എന്തെല്ലാം വാദങ്ങളാണ് കേട്ടത്. ഇങ്ങനെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഇല്ല, ഇത് കനുകൂലം എഴുതി കൊടുത്ത കണക്കാണ് എന്ന് വരെ പറഞ്ഞു. ഇങ്ങനെ ഒരു കാര്യമില്ല, ഇതൊക്കെ അന്തരീക്ഷത്തിൽ നിന്ന് സൃഷ്ടിക്കുന്നതാണ്. ഓരോ കാര്യവും ഇന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നന്ദഗോവിന്ദം ഭജൻസിന് പണം കൊടുത്തു, അല്ലെങ്കിൽ നന്ദഗോവിന്ദം ഭജൻസിന് പണം കൊടുത്തതായി ബില്ലുണ്ട്, പക്ഷെ അവർ അന്ന് അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തതാണ്. ഇന്ന് അദ്ദേഹം പറയുന്നു, ദേവസ്വം ബോർഡ് പറയുന്നു, ഓഡിറ്റർക്ക് തെറ്റുപറ്റിയൊന്നുമല്ല, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നോട്ടക്കുറവ് വന്നതുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് പറഞ്ഞാൽ നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിൽ 8 ലക്ഷം രൂപയുടെ ബില്ല് ഓഡിറ്റർക്ക് കിട്ടിയതുകൊണ്ടാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ അങ്ങനെ രേഖപ്പെടുത്തിയത്. എന്നിട്ടോ ഇത് ആരോ മാധ്യമങ്ങൾ വായുവിൽ എഴുതി ഉണ്ടാക്കിയതാണ് എന്നായിരുന്നു പ്രചരണം. നോക്കൂ, ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യവും ലഞ്ചിന്റെ കാര്യവും ഡിന്നറിന്റെ കാര്യവും 5 മണിക്കോ 6 മണിക്കോ കഴിഞ്ഞ അയ്യപ്പ സംഗമത്തിന് ഡിന്നർ കഴിക്കാൻ 3000 പേരുണ്ടായിരുന്നു എന്നുള്ള രേഖ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഭക്ഷണത്തിന്റെ കാര്യം അടക്കം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ലേ? മാതൃഭൂമി അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള വിജയനാഥ് അസോസിയേറ്റ്സിന്റെ ഒരു ആധികാരിക രേഖ റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ എന്തെല്ലാം കേട്ടു. അതൊക്കെ തിരുത്തി പറയാനും തിരിച്ചെടുക്കാനും തയ്യാറാവണ്ടേ ഇതൊക്കെ ഉന്നയിച്ച ആളുകൾ? അത് അങ്ങേക്കറിയാമല്ലോ, അങ്ങയുടെ ചർച്ചയിൽ അന്ന് 1 മണിക്കൂർ പങ്കെടുത്ത ആളാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ഭൂരിഭാഗവും ഞാൻ ആവർത്തിച്ചു. ഒരു കാര്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇത് ക്ലാരിഫൈ ചെയ്തത്, ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരോട് പലതവണ ചോദ്യങ്ങൾ ചോദിച്ചിട്ടും അതിന്റെ മറുപടി കൊടുക്കാത്ത ഒരു വീഴ്ച ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് എന്നതല്ലാതെ ബാക്കി ഒരു കാര്യവും അന്ന് ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ട് എന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നില്ല. ഞാൻ തന്നെയാണ് അങ്ങയോട് പറഞ്ഞത്, ഇത് ദേവസ്വം ബോർഡ് ക്ലാരിഫൈ ചെയ്യാത്ത, പരിശോധിക്കാത്ത, മീറ്റിംഗിൽ ചർച്ച ചെയ്യാത്ത ഒരു ഓഡിറ്റ് റിപ്പോർട്ടാണ്. ആ ഓഡിറ്റ് റിപ്പോർട്ട് പാതി വെന്തതാണ്. പാതി ബില്ലുകളെ പരിശോധിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ വൗച്ചറുകളും പാതി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു തരത്തിലും ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടില്ല. നന്ദഗോവിന്ദം ഭജൻസിന് 8 ലക്ഷം രൂപ കൊടുത്തു ബില്ല് ദേവസ്വം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഓഡിറ്റർ അങ്ങനെ എഴുതിയത്. ഓഡിറ്റർ അങ്ങോട്ട് കുറയിട്ടു. ഇപ്പൊ നമ്മൾ ചോദിച്ചതുപോലെ ഇപ്പൊ 4000 പേരുടെ ഭക്ഷണം, 4000 പേര് വന്നോ? നമ്മൾ അന്ന് കഴിഞ്ഞ തവണ ചർച്ച ചെയ്തതാണ്. 4000 പേരുടെ ഭക്ഷണം അങ്ങോട്ട് കുറയിട്ടു. ദേവസ്വം മറുപടി കൊടുത്തില്ലായിരിക്കും സ്വാഭാവികമായിട്ടും. ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ചോദിക്കുക, 4000 പേര് ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിന്റെ അടിസ്ഥാനം എന്ന് ആര് ചോദിക്കുകയാണ്? ജയകുമാർ ചോദിക്കുകയാണ്. ഞാൻ 4-5 ദിവസം മുമ്പ് അങ്ങയോട് ചോദിച്ച ചോദ്യം ഇപ്പൊ ദേവസ്വത്തിന്റെ ബോർഡ് പ്രസിഡന്റ് നാട്ടാരോട് ചോദിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥമെന്ന്. എന്താ അവസ്ഥ? യെസ്, അപ്പോ ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ടും അതിനും ഉത്തരം കൊടുക്കാതെ, കൃത്യമായിട്ടുള്ള രേഖ ഹാജരാക്കി കൊടുക്കാത്ത ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ, ആ കമ്മീഷണർ തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത്. അത് ദേവസ്വം ബോർഡ് തന്നെയാണ് കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ ചോദിക്കേണ്ടത്. എന്തുകൊണ്ട് ഇത്തരം ഗുരുതരമായിട്ട് ഒരു ലാപ്സ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നു? പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ടുപോയിട്ടാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നത്. ആ ഓഡിറ്റ് റിപ്പോർട്ട് അദ്ദേഹം ദേവസ്വം ബോർഡ് സ്പെഷ്യൽ കമ്മീഷണർ, ജില്ലാ ജഡ്ജിയാണല്ലോ. ആ ജില്ലാ ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു റോഡില്ല. അത് അദ്ദേഹം തന്നെ കവറിലിട്ട് നേരെ ഹൈക്കോടതി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള വീഴ്ച ദേവസ്വം ബോർഡ് പരിശോധിക്കട്ടെ. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വയംഭരണ സ്ഥാപനം എന്ന രൂപത്തിൽ, പൂർണ്ണമായിട്ടുള്ള അധികാരമുള്ള സ്ഥാപനം എന്ന രൂപത്തിൽ ആ സ്വയംഭരണം നടത്തുന്ന സ്ഥാപനത്തിന്റെ ഭാഗത്തുനിന്ന് വന്ന കുറവുകൾ ആ സ്ഥാപനം തന്നെ പരിഹരിക്കണം എന്നതാണ് ഗവൺമെന്റിന്റെ അഭിപ്രായം. ശരി, ശ്രീ ശങ്കുട്ടിദാസ്, ഇന്ന് കെ ജയകുമാറും കെ രാജുവും കൂടി ഇരുന്ന് നടത്തിയ വാർത്താ സമ്മേളനം അങ്ങ് കണ്ടു കാണും. അർഹിക്കാത്ത, യഥാർത്ഥത്തിൽ എടുത്ത് തലയിൽ വെക്കേണ്ടാത്ത ഒരു മുൾക്കിരീടം ചുമന്നുകൊണ്ടാണ് കെ ജയകുമാർ ഇരിക്കുന്നത്. അദ്ദേഹം വാചകങ്ങൾക്കിടയിലൂടെ പറയുകയും ചെയ്തു പലതും. ഞങ്ങൾ പ്രതികളല്ല ഇക്കാര്യത്തിൽ, നമ്മളിനി എന്ത് പറയാനാ ഇതിനെപ്പറ്റി തുടങ്ങിയവ അദ്ദേഹത്തിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലെ വാക്കുകളാണ്. കേട്ട് കാണും. ഇതല്ലാതെ ഇങ്ങനെ പറയാ, ഇങ്ങനെ വിശദീകരിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല ദേവസ്വം ബോർഡിന് മുമ്പിൽ. കാരണം രേഖകളെല്ലാം ഇരിക്കുകയാണ്. ഹൈക്കോടതി മുമ്പാകെ കൊടുത്തിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടുണ്ട്, സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുണ്ട്. അപ്പോൾ 8.22 കോടിയാണ് MOU എങ്കിലും ഞങ്ങൾ 4.99 കോടിയെ കൊടുക്കൂ എന്ന് പറയുന്നതിനപ്പുറത്ത് എന്ത് പറയാനാണ് ദേവസ്വം ബോർഡ്?
തീർച്ചയായിട്ടും അതെ. നോക്കൂ, നിരുത്തരവാദിത്തപരം, ബാലിശം, പരിഹാസ്യം, ഇതല്ലാതെ ഇന്ന് കെ ജയകുമാർ നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തെ വിശേഷിപ്പിക്കാൻ വേറെ വാക്കുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നത്തെ ഈ ചർച്ചയിലിരിക്കുന്ന CPM പ്രതിനിധി തന്നെയാണ് 3 ദിവസം മുൻപ് ഫെബ്രുവരി 13 ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയിട്ടുള്ള ചർച്ചയിലും CPM പ്രതിനിധീകരിച്ചത്. അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ടുള്ള തർക്കം ഞാൻ പറയല്ല കേട്ടോ, പക്ഷേ CPM പ്രതിനിധി എന്നുള്ള രീതിയിൽ അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട 3 വാദങ്ങൾ ഞാനൊന്ന് ആവർത്തിക്കട്ടെ. ഒന്ന്, ഈ പറയുന്നത് ഓഡിറ്ററുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുള്ള തെറ്റാണ്. ഒരു തരത്തിലുള്ള ഫിസിക്കൽ വെരിഫിക്കേഷനും നടത്താതെ, ഒരു തരത്തിലുള്ള ബില്ലും പരിശോധിക്കാതെ, വായ തോന്നിയതുപോലെയുള്ള റിപ്പോർട്ട് എഴുതിയിട്ട് കോടതിയിൽ കൊടുത്തിട്ടുള്ള ഓഡിറ്ററാണ് ഇതിലത്തെ പ്രതി. നിങ്ങൾ വിജയൻ ആൻഡ് സൺസിലെ ഒരാളെ ചർച്ചയിൽ കൊണ്ടുവന്നിരുത്തിട്ട് ഈ ചോദ്യമൊക്കെ അവരോട് വേണം ചോദിക്കാൻ, അവരാണ് ഉത്തരം പറയാമെന്നാണ് പറഞ്ഞത്. ഇന്ന് ജയകുമാർ പറയുന്നു ഓഡിറ്ററുടെ ഭാഗത്ത് നിന്ന് ഒരു പെശകും ഉണ്ടായിട്ടില്ല, അവർ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അവർ ഞങ്ങളോട് ക്വയറികൾ ചോദിച്ചിരുന്നു, ഞങ്ങൾ അതിന് ഉത്തരം പറയാതിരുന്നത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്, അവരെ പറ്റിയിട്ട് ഒരു ആക്ഷേപം ഞങ്ങൾക്ക് ഇല്ല എന്ന് CPM പ്രതിനിധി പറഞ്ഞത് തെറ്റാണെന്ന് സ്ഥാപിക്കപ്പെട്ടു. രണ്ടാമത് അദ്ദേഹം സംശയം ഉന്നയിച്ചത് ഈ സ്പെഷ്യൽ കമ്മീഷണറെ പറ്റി തന്നെയാണ്. സ്പെഷ്യൽ കമ്മീഷണർക്ക് എന്തോ ദുരുദ്ദേശം ഉണ്ട് എന്നുള്ള തരത്തിൽ അദ്ദേഹം കഴിഞ്ഞ തവണ പറയുകയും ഞാനതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത ഡിവിഷൻ ബെഞ്ചിന് ഇദ്ദേഹം പറയും എന്ന് ഞാൻ പറയുകയും ചെയ്തിരുന്നു. ഇന്ന് നോക്കൂ, ഇവിടെ ജയകുമാർ വിശദീകരിച്ച എന്താണ്, എന്തുകൊണ്ട് ഇങ്ങനെ പരിശോധിക്കാതെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തു എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് സമയപരിധി നീണ്ടുപോവുകയായിരുന്നു, പേഴ്സണലി അപ്പിയർ ചെയ്യാനുള്ളൊരു നിർദ്ദേശം അവിടെ ഉണ്ടായിരുന്നു, അതിൻ്റെ പ്രഷറിൽ ഞങ്ങൾ വേണ്ടത്ര പരിശോധന നടത്താതെ പൂർണ്ണമല്ലാത്ത, അന്തിമമല്ലാത്ത ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഞങ്ങൾ സമർപ്പിക്കുകയാണ് ചെയ്തത്. അതായത് കോടതിയിൽ സമയം തെറ്റുന്നത് കൊണ്ട് അഫിഡവിറ്റ് പോലും ഇല്ലാണ്ട്, അഫിഡവിറ്റ് ഞങ്ങൾ ഇപ്പോഴും ഫയൽ ചെയ്തിട്ടില്ല, വീണ്ടും അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ തിരുത്തിയിട്ട് കൊടുക്കാമെന്നാണ് പറയുന്നത്. നമുക്ക് കോടതിയിൽ കൊടുക്കുന്ന ഡോക്യുമെന്റ് എല്ലാ പരിശോധനയും കഴിഞ്ഞ് തിരുത്തിയിട്ട് ഫൈനൽ റിപ്പോർട്ടല്ലേ കൊടുക്കേണ്ടത്. കൊടുത്തതിന് ശേഷം പിന്നീട് പരിശോധന നടത്തിയിട്ട് അടുത്ത 10 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ പുതിയത് കൊടുക്കാം, അതിൻ്റെ കൂടെ അഫിഡവിറ്റ് ഇല്ലല്ലോ എന്ന് പറയുന്നത് എന്തൊരു വാദമാണ്. മൂന്നാമത്തെ കാര്യം ഇദ്ദേഹം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ 3 കോടി രൂപയിൽ കൂടുതൽ 1 രൂപ പോലും ചെലവ് വന്നിട്ടില്ല. അത് നിങ്ങൾക്ക് 17-ാം തീയതി ഞങ്ങളുടെ ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റിന്റെ കണക്കുകൾ പുറത്തു വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. വിത്തിൻ 3 days ഈ പറയുന്ന എല്ലാ സംശയങ്ങൾക്കും നമ്മൾ ഉത്തരം കാണും. അന്ന് നമ്മൾ വീണ്ടും ചർച്ചയിലിരിക്കാന്നാണ് പറഞ്ഞത്. നോക്കൂ, ഇപ്പോഴും ദേവസ്വം ബോർഡിന്റെ കയ്യിൽ ഒരു കണക്കുമില്ല. അവർ പറയുന്നത് ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കും, ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ 3 വാക്കുകൾ വെച്ചിട്ടാണ് ജയകുമാറിന്റെ പത്രസമ്മേളനം മുഴുവൻ നടക്കുന്നത്. ഒന്ന് റെക്ടിഫിക്കേഷൻ, ഒന്ന് വെരിഫിക്കേഷൻ, ഒന്ന് റീകൺസീലിയേഷൻ. അതായത് ഈ പറയുന്ന റിപ്പോർട്ട് മുഴുവൻ അബദ്ധമാണ്. ഇതിലെ അബദ്ധങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഇത് തിരുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ്. ആ സമിതിയുടെ പണി ഈ കണക്കുകൾ ശരിയാക്കുക എന്നല്ല, ഈ പഴയ റിപ്പോർട്ടും പുതിയ റിപ്പോർട്ടും തമ്മിൽ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അബദ്ധമില്ലാത്തതുപോലെ ഇതിൽ വെട്ടിത്തിരുത്തലുകൾ നടത്താൻ വേണ്ടിയിട്ട് അവർ പുതിയൊരു ടാസ്ക് ഫോഴ്സിനെ രൂപീകരിച്ചിരിക്കുകയാണ്. എന്തൊരു ഉത്തരവാദിത്തമില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ പോലും ഒരു പത്രസമ്മേളനത്തിൽ പറയാത്ത കാര്യങ്ങളാണ് ജയകുമാറിനെ പോലെ IAS ഉദ്യോഗസ്ഥൻ പറയുന്നത് പറയുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുകയാണ്. എനിക്ക് തോന്നുന്നു CPM പ്രതിനിധികൾ ഇതിനേക്കാൾ നന്നായിട്ട് ഈ വിഷയത്തെ ഡിഫെൻഡ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ വാദം എന്താണ്, അതായത് 8.22 കോടി രൂപയ്ക്കാണ് MOU ഉണ്ടാക്കിയത് ഈ പറയുന്ന UICCയുമായിട്ട്, അതാണ് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ബില്ലുകളും മറ്റു കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയത്. എന്നാൽ പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് അവസാന നിമിഷത്തിൽ പുതിയൊരു തീരുമാനമെടുത്തിരുന്നു. എന്താണ്, 4.99 കോടിക്കുള്ളിൽ ഇതിന്റെ ചെലവുകൾ പരിമിതപ്പെടുത്തണം, അതിന്റെ അപ്പുറത്തേക്ക് ചെലവ് ചെയ്യാൻ പാടില്ല എന്നൊരു തീരുമാനമെടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പഴയ കണക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നിട്ടുള്ള ബില്ലൊക്കെ പുനഃപരിശോധിക്കാൻ ഇവരോട് ആവശ്യപ്പെടുന്നതാണ്. അതായത് ഞങ്ങൾ 4.99 കോടിയെ കൊടുക്കുള്ളൂ തീരുമാനിച്ചു, ആ തീരുമാനം ഇവരെ ഞങ്ങൾ അറിയിച്ചില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ MOUയിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തിയിട്ടില്ല. MOU ഇപ്പോഴും നിൽക്കുന്നത് 8.22 കോടി രൂപയ്ക്കാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ 7 കോടി രൂപയുടെ ഒരു ബില്ലും തന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ 4.99 കോടി എടുക്കുള്ളൂ എന്ന് ഞങ്ങൾ ഉള്ളിൽ രഹസ്യമായി തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവരോട് പറയും എന്താണ്, ഈ ബില്ലൊക്കെ ഒന്ന് ചുരുക്കിയിട്ട് ഈ 4.99 ഉള്ളിലാക്കി തരാൻ ഞങ്ങൾ അവരോട് പറയുന്ന. അങ്ങനെ പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വെച്ചപ്പോൾ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ അവരുടെ പാർട്ടികളോട് സംസാരിച്ചിട്ട് അത് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് കൊടുക്കുക. സ്വാഭാവികമായിട്ട് അവർ കേസ് കൊടുക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറയാണ് ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. അവർ കേസ് കൊടുക്കുമ്പോൾ അപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ സ്പോൺസർഷിപ്പിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറഞ്ഞത് ഞാൻ പറയട്ടെ. അദ്ദേഹം പറഞ്ഞത് 4 കോടി രൂപ സ്പോൺസർഷിപ്പായിട്ട് പ്രതീക്ഷിച്ചിരുന്നു. 3.85 കോടി രൂപയാണ് സ്പോൺസർഷിപ്പായിട്ട് കിട്ടിയിട്ടുള്ളത്. അതിൽ അദാനിയുടെ പൈസ കിട്ടിയിട്ടില്ല. അദാനിയുടെ പൈസ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് ഏത് നിമിഷവും എത്തിച്ചേരാം. അങ്ങനെ വന്നാലും 4.99 കോടി ആവുന്നില്ല. പല സ്പോൺസർമാരും പിന്മാറി. ബാക്കി തുകയ്ക്ക് ഇവർ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉത്തരവില്ല. അതെന്തായാലും ദേവസ്വം ബോർഡ് കൊടുക്കില്ല. പിന്നീട് എന്താ ചെയ്യുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അത്തരത്തിൽ കാര്യങ്ങളെ പറ്റി ഇപ്പം നമുക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയുന്നത് ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ട് 2 ബില്ലുകൾ ഒരേ കാര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുകയാണ്. അതായത് പഴയ കണക്ക് പ്രകാരമാണെങ്കിൽ 8.22 കോടി രൂപയുടെ ഒരു MOU ഉണ്ട്. ആ MOUവിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബില്ല് തന്നാൽ അത് മാറാനാണ് ഇവർ തീരുമാനിച്ചിരുന്നത്. എന്നാൽ വിചാരിച്ച പോലത്തെ സ്പോൺസർഷിപ്പ് വരാത്തതുകൊണ്ട് ഈ ബില്ലുകൾ മാറ്റി തരണമെന്ന് ഇവരോട് പറയണം. അതായത് ഒരേ പരിപാടി ഇത് 2 തരത്തിൽ ബില്ല് ചെയ്യാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പറഞ്ഞ ബില്ല് പ്രകാരമല്ലാണ്ട് ഇവരിത് മാറ്റിയിട്ട് ഇനി ഞങ്ങൾക്ക് 4.99 കോടിക്കുള്ളിൽ ഒരു ബില്ല് തന്നാൽ ആ തരത്തിൽ ഇത് നീക്കാം. അതായത് അവിടെ ഒരു സ്കാം നടന്നു, അവിടെ ഒരു അഴിമതി നടന്നു. യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട
കൊടുക്കേണ്ടതല്ലാത്ത എക്സോർബിറ്റന്റ് ആയിട്ടുള്ള എമൗണ്ട് കാണിച്ചിട്ട് ഒരു ബില്ല് ഉണ്ടാക്കാനാണ് ആദ്യം വിചാരിച്ചിരുന്നത്. കാരണം അത്രയും സ്പോൺസർഷിപ്പ് വരുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ആ സ്പോൺസർഷിപ്പ് വരാത്തത് കൊണ്ട് ഇനി ബില്ലുകളെല്ലാം ഇങ്ങനെ പുനഃക്രമീകരിക്കാനാണ് പറയുന്നത്. അതായത് നടന്നു കഴിഞ്ഞ പരിപാടിയുടെ ഇട്ട് കഴിഞ്ഞിട്ടുള്ള ബില്ല് മാറ്റി തരണമെന്ന് പറയും. അതിന് രേഖ കൊണ്ട് ഒരു പിൻബലമില്ല, അതിന് MOUവിന്റെ പിൻബലമില്ല, നിയമപരമായിട്ടുള്ള പിൻബലമില്ല. ഞങ്ങൾ അവരോട് അങ്ങനെ ആവശ്യപ്പെടും, അത്രേ കൊടുക്കേണ്ടി വരുള്ളൂ. അതൊക്കെ അവർക്ക് അറിയാം. അവരോട് ഞങ്ങളത് നേരത്തെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് അവർക്ക് അത്രേ കിട്ടുള്ളൂ എന്നുള്ളത് അവർക്ക് അറിയാമെന്ന്. അത് തുറന്ന കുറ്റസമ്മതമാണ്. അവിടെ അഴിമതി ഉണ്ട്, അവിടെ ഒരു എന്താണ് അവർ തമ്മിൽ ഒരു രഹസ്യ ധാരണ ഉണ്ട് എന്നുള്ളതിന്റെ തുറന്ന കുറ്റസമ്മതമാണ് അവിടെ നടത്തിയത്. ഇത് പറഞ്ഞതിനേക്കാൾ വലിയ അപകടമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇന്നത്തെ ജയകുമാറിന്റെ പത്രസമ്മേളനം കൊണ്ട് വന്നിട്ടുള്ളത്. CPM പ്രതിനിധി കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുള്ള എല്ലാ ന്യായീകരണങ്ങളും ഇവിടെ തകർന്നു കഴിഞ്ഞു. പ്രശാന്തിന്റെ ദേവസ്വം ബോർഡിനെതിരെ ഡയറക്റ്റ് അക്യൂസേഷൻ. ശരി, തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ കെ ജയകുമാറിനെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ പറ്റും? കാരണം കഴിഞ്ഞ ബോർഡ് ഉണ്ടാക്കിയിട്ടുള്ള കുരിശാണ് അദ്ദേഹം പേറുന്നത്. അപ്പോൾ പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് നമ്മൾ സംസാരിക്കുന്നത് പോലെ അദ്ദേഹത്തിന് സംസാരിക്കാനും പറ്റില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹം പറയാനുള്ളത് വഴികൾക്കിടയിലൂടെ പറയുന്നുണ്ടെന്നാണ് എനിക്കെന്തായാലും തോന്നുന്നത്. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു ഹോട്ടലിൽ കയറിയിട്ട് 50 രൂപയുടെ മസാല ദോശ കഴിച്ചിട്ട് ഞാൻ 30 രൂപയെ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ കടക്കാരത് അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ദേവസ്വം ബോർഡ് ഇപ്പോൾ ബില്ല് സെറ്റിൽ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. പക്ഷേ പഴകുളം മധു, ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും ഈ അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ചുമൊക്കെ പല പരാതികൾ, ആക്ഷേപങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു റിപ്പോർട്ടും ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു ഓഡിറ്റും നമ്മുടെ മുമ്പിൽ ഇരിക്കെ ആ ഓഡിറ്റ് സംബന്ധിച്ച ഇന്നത്തെ വിശദീകരണത്തിൽ ദേവസ്വം ബോർഡ് പറയുന്നത് ഞങ്ങൾക്ക് പിഴവ് പറ്റിപ്പോയി, ഞങ്ങൾക്ക് മതിയായ സമയത്ത് രേഖകൾ കൊടുക്കാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് മതിയായ സമയത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല, പറ്റിപ്പോയി എന്നാണ്. പറ്റിപ്പോയി എന്ന വാദത്തെ നമ്മൾ പിൻപറ്റണോ? അഭിലാഷ്, ഇന്നത്തെ പുതിയ ഡെവലപ്മെൻറ്റ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വെളിപ്പെടുത്തലാണ്. അദ്ദേഹം അത് ഭാഗികമായി ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ മറവിൽ നടന്ന കൊള്ളയെ സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോഴും അദ്ദേഹം മുൻപോട്ട് വെക്കുന്നൊരു വാദം, ഓഡിറ്റർമാർ ആവശ്യപ്പെട്ട ഡോക്യുമെൻറ്റ്സ് യഥാസമയം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല, അത് ഞങ്ങൾ ഇനി കൊടുക്കുമെന്നാണ്. ഓഡിറ്റർമാർ പരിശോധന നടക്കുമ്പോൾ തന്നെ അവർ കണ്ടെത്തലുകൾക്ക് ഈ സ്ഥാപനത്തിൻ്റെ റിപ്പോർട്ട് ചോദിക്കും, മറുപടി ചോദിക്കും, റിപ്ലൈ ചോദിക്കും. ആ റിപ്ലൈക്ക് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ മറുപടി കൊടുത്തില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല? കൊടുക്കാനൊന്നുമില്ല. എന്തിനാണ് ഇത്രമാത്രം പണം ദൂർത്തടിച്ചത്? എന്തിനാണ് ഈ കള്ളത്തരങ്ങളെല്ലാം കാണിച്ചത്? എന്തിനാണ് ഈ ഹോട്ടൽ റൂമുകൾ ബുക്ക് ചെയ്തത്? എന്തിനാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തലേ ദിവസം പമ്പയിൽ പോയി താമസിച്ചത്? അദ്ദേഹത്തിന് പത്തനംതിട്ടയിൽ താമസിക്കാമായിരുന്നു, കോട്ടയത്ത് താമസിക്കാമായിരുന്നു. അതൊന്നും കൂടെ അദ്ദേഹം എന്തിന് പമ്പയിൽ പോയി? എന്തിന് ഒരു ദിവസത്തേക്ക് വേണ്ടി 1 ലക്ഷം രൂപയുടെ കട്ടിൽ ഇതൊക്കെ ജനങ്ങളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കൊടുക്കാൻ ദേവസ്വം ബോർഡിന്റെ കയ്യിലില്ല. ഇവർ കള്ളക്കണക്കുണ്ടാക്കിയിരിക്കുന്നു. 600 പേരിൽ താഴെ മാത്രം പങ്കെടുത്ത ആഗോള അയ്യപ്പ സംഗമത്തിന് 4000 പേർ ഭക്ഷണം കഴിച്ചുവെന്നും 5000 ആണെന്നും രാത്രിയിൽ ഡിന്നർ കൊടുത്തെന്നും ഒക്കെയുള്ള കള്ളക്കണക്കുകൾ എഴുതി ചുവപ്പ് പരവതാനി മുഖ്യമന്ത്രിക്ക് കിടക്കുന്ന മുറിയിൽ വിരിക്കാൻ ലക്ഷങ്ങൾ ചെലവഴിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഉറക്കത്തിന് കട്ടിലിന് മാത്രം 2 ലക്ഷം രൂപ. വേദിയുടെ പുറകുവശത്ത് ഇടയ്ക്ക് ചായ കുടിക്കാൻ പോകുമ്പോൾ അതിന് 10,000. ഇങ്ങനെ കൊള്ള നടത്തി, കള്ളത്തരം കാണിച്ചു. അത് തുറന്നു പറയാൻ ഇന്ന് ജയകുമാർ തയ്യാറാകണമായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മേൽ സമ്മർദ്ദമല്ല ഉണ്ടെങ്കിൽ ഒരു വെള്ളക്കടലാസിൽ ഈ രാജി എഴുതി കൊടുത്ത ശ്രീ കെ ജയകുമാർ ഇന്ന് പുറത്തു പോകണമായിരുന്നു. കാരണം ഇത്രമാത്രം കൊള്ളയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ജയകുമാറിനെ പോലെ കേരളം വിശ്വസിക്കുന്ന ഒരു മുതിർന്ന മുൻ IAS ഓഫീസർക്കില്ല. അദ്ദേഹം ആ നിലപാടായിരുന്നു സ്വീകരിക്കേണ്ടത്. പക്ഷെ അദ്ദേഹവും ഇതിന് ഇന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ദേവസ്വം ബോർഡ് നിസ്സഹായാവസ്ഥ പറഞ്ഞു, ഇതൊക്കെ സംഭവിച്ചതാണെന്ന് പറഞ്ഞു, റിപ്പോർട്ട് കൊടുത്തതാണെന്ന് പറഞ്ഞു. കനകോലു അല്ല, കിണറോലുവിൻ്റെ ആൾക്കാരുണ്ടാക്കിയ റിപ്പോർട്ടാണെന്ന് ഇത് വ്യക്തമായി. കൊള്ള നടന്നുവെന്ന് അദ്ദേഹം പരസ്യമായി സമ്മതിച്ചിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, CPM പാർട്ടിയുടെ പ്രതിനിധിയായിട്ടുള്ള അരുൺകുമാർ, നിങ്ങൾക്ക് ഉളുപ്പില്ലേ മനുഷ്യ? സഹോദര, സഹപ്രവർത്തക, നിങ്ങളൊരു രാഷ്ട്രീയ നേതാവല്ലേ? നിങ്ങൾക്ക് എങ്ങനെ ഇത്രമാത്രം നിർലജ്ജമായി നിങ്ങൾക്കിങ്ങനെ പറയാൻ കഴിയുന്നു? ഓഡിറ്ററെ കുറ്റപ്പെടുത്തുക, മറ്റ് ന്യായങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ ഇത്രമാത്രം കൊള്ള, 10 കോടി രൂപ ആരാണ് കൊള്ള കൊണ്ടുപോകാൻ തീരുമാനിച്ചത്? ആരെയാണ് ചുമതലപ്പെടുത്തിയത്? നിങ്ങളുടെ ഊരാളുകൾ സൊസൈറ്റി അല്ലേ? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന സ്ഥാപനം നിങ്ങളിവിടെ കൊണ്ടുവന്ന് നിങ്ങൾ കേരളത്തിൽ നടത്തുന്ന എല്ലാ തട്ടിപ്പും പോലെ ശബരിമലയിൽ തട്ടിപ്പ് നടത്താൻ തീരുമാനിച്ചു. അതിൻ്റെ മറവിലാണ് 10 കോടി അടിച്ചുകൊണ്ട് പോകാൻ തീരുമാനിക്കുന്നത്. 8.8 കോടി കൊടുത്തിട്ട് എനിക്ക് 7 കോടി മതിയെന്ന് ഏതെങ്കിലും ഏജൻസി പറയുമോ? ഇത്ര നഗ്നമായ കൊള്ള നടന്നിരിക്കുന്നു. അതിനോടൊപ്പമാണ് ശബരിമലയിലെ യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി മാർച്ച് 14 കൊടുക്കാൻ താളം തട്ടി പോകുന്നത്. ശരി, അത് വേറൊരു വിഷയമാണ്. ഞാൻ അടുത്ത റൗണ്ടിൽ അങ്ങയിലേക്ക് വരാം. ഇതിൽ അല്ല, ഈ വിഷയത്തിൽ
താങ്കളുടെയും ഈ ചർച്ചയുടെയും ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൊണ്ടുവരാനുണ്ട്. പെട്ടെന്ന്. ഈ വലിയ കൊള്ള കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ട ഈ വലിയ കൊള്ള ഇത് പിടിക്കപ്പെട്ടിട്ടും കിടന്ന് ഉരുളുകയാണ്. ഇപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞതിനെ ന്യായീകരിക്കുകയാണ്. എന്തെല്ലാം ന്യായീകരണങ്ങളാണ് ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ മറുപടി കൊടുക്കുന്നത്. എന്തുദ്യോഗസ്ഥർ ഇത്രമാത്രം നീചമായ ഒരു കൊള്ള നടത്തിയിട്ട് നിങ്ങൾക്ക് നാണവും മാനവും ഉള്ളവർക്ക് ഇതുപോലെ വന്ന് ന്യായീകരിക്കാൻ കഴിയുമോ? ശരി, ശ്രീ ടി കെ രാജഗോപാൽ ഇന്നിപ്പോ ദേവസ്വം പ്രസിഡന്റ് വിശദീകരിക്കുന്നതോടുകൂടി കാര്യങ്ങളെല്ലാം വളരെ വളരെ വ്യക്തമാവുകയാണ്. നമുക്കറിയാം കോടതി 45 ദിവസമാണ് കണക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തത്. വീണ്ടും നീട്ടിക്കൊടുത്തു. എന്നിട്ട് ഏറ്റവും ഒടുവിലാണ് 11ാം മണിക്കൂറിൽ ഈ കണക്ക് ദേവസ്വം ബോർഡ് പരിശോധിക്കാതെ ദേവസ്വം കമ്മീഷണർക്ക് കിട്ടിയ ഓഡിറ്റ് റിപ്പോർട്ട് സ്പെഷ്യൽ കമ്മീഷണർക്ക് കൊടുക്കുകയും ഹൈക്കോടതി കൊടുക്കുകയും ഒക്കെയാണ് ചെയ്തത്. എത്ര ആത്മാർത്ഥതയും സത്യസന്ധതയും ഈ കണക്ക് നോക്കുന്ന കാര്യത്തിലും കണക്ക് ഫർണിഷ് ചെയ്യുന്ന കാര്യത്തിലും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് തന്നെ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്നിട്ട് ദേവസ്വം വിശദീകരിക്കുന്നത് കൊറിയൊക്കെ ഇങ്ങോട്ട് അയച്ചിരുന്നു ഓഡിറ്റർ പലവട്ടം കൊറി അയച്ചു. പക്ഷെ ഞങ്ങൾ മറുപടി ഒന്നും കൊടുത്തില്ല. നമ്മൾ മറുപടി കൊടുക്കാത്തതുകൊണ്ട് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഓഡിറ്റർ അങ്ങനെ ഓഡിറ്റ് ചെയ്ത് കൊടുത്തു എന്നാണ്. ഈ ദേവസ്വം ബോർഡിൽ ഈ പറഞ്ഞ വലിയ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ആരോപണങ്ങൾ ചർവിതചർവണമായി കേരളം ചർച്ച ചെയ്യുമ്പോഴും എത്ര കഴിഞ്ഞാലും ഇതാ ഇങ്ങനെയൊക്കെ നടക്കൂ എന്നുള്ളതിന്റെ കൂടെ ഉദാഹരണമാണല്ലോ ഇത്. ശരിയാണ് അഭിലാഷ്. മാതൃഭൂമി ന്യൂസ് കൊടുത്ത ഈ വാർത്തയില് എന്തെങ്കിലും ഒരു വരിയോ വാക്കോ നിഷേധിക്കാൻ ഇന്ന് പത്രസമ്മേളനം നടത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാറിനോ മെമ്പർക്കോ സാധിച്ചിട്ടില്ല. എന്റെ അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു. അതിനെ ശരിവെക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം എന്താണ് എനിക്ക് തോന്നുന്നത്, അദ്ദേഹം ആകെ കൂടെ പറഞ്ഞാൽ ലേലുവല്ലു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മറുപടി മാത്രമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ റിപ്പോർട്ടുകൾ പരിപൂർണമായിട്ട് ശരിയാണ്. അതിനെ ശരിവെക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ എല്ലാ സംഭാഷണങ്ങളും ഓരോരോ വാക്കുകളും വന്നിരിക്കുന്നത്. എനിക്ക് അഭിലാഷ് ഇതിനകത്തിലുള്ളൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹൈക്കോടതിക്ക് പോയിരിക്കുന്ന ഈ ഓഡിറ്ററുടെ റിപ്പോർട്ടുണ്ടല്ലോ, ഈ റിപ്പോർട്ട് എനിക്ക് തോന്നുന്നത് നിലവിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റായ ശ്രീ കെ ജയകുമാർ കണ്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ടില്ല. കാണാൻ സാധ്യതയില്ല. എന്റെ ഒരു സംശയമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഇത് കാണുകയില്ല. കണ്ടിരുന്നുവെങ്കിൽ അദ്ദേഹം മിടുക്കനായ IAS ഓഫീസറാണ്. നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ആളാണ് അല്ലേ? വളരെ ഭരണ മികവുള്ള ആളാണ്. അദ്ദേഹത്തെ പോലെ ആളിന് ഈ കമ്മീഷണർ, ഓഡിറ്റ് സ്ഥാപനം കമ്മീഷണർക്കാണ് കൊടുത്തത്. കമ്മീഷണർ ആ റിപ്പോർട്ട് തീർച്ചയായിട്ടും സ്പെഷ്യൽ കമ്മീഷണർക്ക് അയക്കുന്നതിന് മുമ്പ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെങ്കിൽ ശ്രീ കെ ജയകുമാർ അത് കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നു അല്ലേ? അദ്ദേഹത്തിനെ നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിന്റെ കപ്പാസിറ്റിയെ കുറിച്ച് നമുക്കറിയാമല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്ന എന്റെ ഒരു സംശയമാണ് ഞാൻ പറയുന്നത്, ഒരു പക്ഷെങ്കിൽ അദ്ദേഹം അത് കാണുകയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് എന്താണ്, വെരിഫിക്കേഷൻ, റെക്ടിഫിക്കേഷൻ ആൻഡ് റെക്കൺസിലിയേഷൻ, ഈ 3 വാക്കുകളാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വെരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയൊരു ബുദ്ധിമുട്ട് ഇക്കാര്യത്തിൽ ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ ഇത് റെക്ടിഫൈ ചെയ്യുന്നതിന് അദ്ദേഹത്തിന് വളരെ എളുപ്പമായിരുന്നു ഇത്തരം കാര്യങ്ങളിൽ. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്കൊരു സംശയം നിലനിൽക്കുന്നതിന്റെ കാര്യം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവര് ധൃതി പിടിച്ചു കാണും. ഈ ദേവസ്വം കമ്മീഷൻ എന്ന് പറയുന്ന ആള് ധൃതി പിടിച്ചു കാണും. എന്തിനു ധൃതി പിടിക്കാനാണ്? കോടതി ആദ്യം 45 ദിവസം സമയം കൊടുത്തു. അതിനുശേഷം പിന്നീട് സമയം നീട്ടിക്കൊടുത്തു. അവസാനം എത്ര ദിവസം എടുത്തു? 144ാമത്തെ ദിവസം നമ്മൾ പറഞ്ഞില്ലേ, 11ാം മണിക്കൂറിൽ ഇതെല്ലാം കൂടെ വാരി കെട്ടിക്കൊണ്ട് ഓടുകയായിരുന്നു. എന്നാൽ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ മുമ്പിലേക്കാണ് ഇത് പോകുന്നത്, ബഹുമാനപ്പെട്ട ജഡ്ജിമാരുടെ മുമ്പിലേക്കാണ് പോകുന്നത് എന്നുള്ളൊരു ബോധം പോലും ഇല്ലാതായിപ്പോയി. അതുകൊണ്ട് സംഭവിച്ച പിഴവാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് സംഭവിച്ചതാണ്. അതോടൊപ്പം തന്നെ ശ്രീ കെ ജയകുമാർ കണ്ടോ, അദ്ദേഹത്തോട് ആ ചോദ്യം വന്നിട്ടാന്ന് തോന്നുന്നു ഇന്ന് നടന്ന പത്രസമ്മേളനത്തിൽ. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത് ശ്രീ ടി കെ രാജഗോപാൽ അദ്ദേഹം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഇതിൽ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന, അതായത് കൊറിക്കൊക്കെ റിപ്ലൈ കൊടുക്കേണ്ട, ഉത്തരം കൊടുക്കേണ്ട ആളുകൾ അത് ചെയ്തിട്ടില്ല. അവസാനം കിട്ടിയ റിപ്പോർട്ട് കൊണ്ട് എത്രയും പെട്ടെന്ന് കോടതിയിൽ എത്തുക എന്ന സമീപനമായിരുന്നു സ്വീകരിച്ചത്. ദേവസ്വം പ്രസിഡന്റോ ദേവസ്വം ബോർഡ് അംഗങ്ങളോ കാണുകയോ ഡിസ്കസ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല ഈ ഓഡിറ്റ് റിപ്പോർട്ട്. അത് തന്നെയാണ് അഭിലാഷേ, അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് സർക്കാരിന് പോലും ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ കൊടുക്കാൻ പറ്റാത്തതിന്റെ കാര്യം വരുന്നത് അതുകൊണ്ടാണ്. ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഇത് വളരെ വിശ്വസനീയമായ, ക്രെഡിബിൾ ആയിട്ടുള്ള, ഏറ്റവും വിശ്വസനീയമായ ഒരു ഓഡിറ്റ് സ്ഥാപനമാണ് അത് ചെയ്തത് അല്ലേ? അവർക്ക് സമയത്തിന് രേഖകൾ കൊടുക്കണം, സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ബില്ലുകളോ പിന്നെ വൗച്ചറുകളോ ഒക്കെ അവർക്ക് കൊടുക്കണം. അവര് പല കൊറി, അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ, ശ്രീ കെ ജയകുമാർ പറയുന്നത് കേട്ടില്ലേ, പലതവണ കൊറി അവരെ ചോദിച്ചിരുന്ന സമയത്ത് ദേവസ്വം ബോർഡ് കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ കൊടുക്കാതെ ഓഡിറ്റർ എന്ത് ചെയ്യും? നമ്മൾ ഇത്തരം കാര്യത്തിൽ ഓഡിറ്ററെ പഴിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഓഡിറ്റർക്ക് മുമ്പിൽ അവരുടെ മുമ്പിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർക്ക് റിപ്പോർട്ട് തയ്യാറാക്കാൻ വഴിയുള്ളൂ.
അതുകൊണ്ടാണ് ഈ നന്ദഗോവിന്ദം ഭജൻസ് പോലെയുള്ള കാര്യങ്ങൾ വന്നതെന്നാണ് ജയകുമാർ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ആ കാര്യം അദ്ദേഹം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് അറിയാമല്ലോ, അദ്ദേഹം ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉദ്ഘാടന സമ്മേളനത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളല്ലേ. അതെ, അല്ല അദ്ദേഹത്തിന് അറിയാം, എല്ലാവർക്കും അറിയാം നന്ദഗോവിന്ദം ഭജൻസ് അവിടെ ചെന്നിട്ടുണ്ട്. പക്ഷെ നന്ദഗോവിന്ദം ഭജൻസിന് കൊടുത്തു എന്ന് കാണിച്ച് IIIC ബില്ല് കൊടുത്തിട്ടുണ്ട്. ആ ബില്ലിന്റെ അടിസ്ഥാനത്തിലാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ നന്ദഗോവിന്ദൻ ഭജൻസിന് 8 ലക്ഷം രൂപ എന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അത് വാർത്ത വന്നപ്പോ എന്തെല്ലാം പുകിലായിരുന്നു, ഇങ്ങനെയൊക്കെ കാണിച്ചു വെച്ചിട്ടാണ്. അതെ അഭിലാഷ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നന്ദഗോവിന്ദൻ ഭജൻസിന് ഇത്ര രൂപ കൊടുത്തു എന്നുള്ള വാക്ക്, അല്ലെങ്കിൽ ആ ഫണ്ട് ഇത്ര കൊടുത്തിരുന്നു എന്നുള്ളത് ആ ഫയലുകൾ, ആ റിപ്പോർട്ട്, ഓഡിറ്റ് റിപ്പോർട്ട് ശ്രീ കെ ജയകുമാർ കണ്ടിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഈ റിപ്പോർട്ട് എടുത്ത് ഹൈക്കോടതിയിൽ കൊണ്ടു കൊടുക്കാൻ അദ്ദേഹം സമ്മതിക്കുമായിരുന്നു എനിക്ക് തോന്നുന്നില്ല. അറിയാം, അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്ന ആളാണ്, അവരോട് വന്നിട്ടില്ല. ഈ ഭക്ഷണം കഴിച്ചതിനൊക്കെ കണക്ക് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ ഉണ്ണാൻ നിൽക്കാതെ പോയെന്നാണ്. ഭക്ഷണം കഴിച്ച ആളുകളുടെ എണ്ണത്തിന്റെ കാര്യം അറിയാലോ, 4000 പേർക്ക്, 3000 പേർക്ക്, 1000 പേർക്ക് എന്ന നിലയ്ക്കാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഡിന്നർ അടക്കം എപ്പോ വൈകുന്നേരം കഴിഞ്ഞ ഈ അയ്യപ്പ സംഗമത്തിന്റെ ഡിന്നർ കഴിച്ച ആളുകളുടെ കണക്കിന്റെ ബില്ല് അവിടെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും അഡ്വക്കേറ്റ് അരുൺകുമാർ, നമുക്കറിയാം ഈ IIICയുമായിട്ട് ദേവസ്വം ബോർഡ് ഒപ്പുവെച്ചിരിക്കുന്ന മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് 8.22 കോടിക്കാണ്. 8.22 കോടിയുടെ ഒരു MOU അവിടെ ഉള്ളപ്പോൾ 7.4 കോടിയുടെ 7 കോടി 4 ലക്ഷം രൂപയുടെ ബില്ല് IIIC സബ്മിറ്റ് ചെയ്തിരിക്കേ ഞങ്ങൾ 4.99 കോടിയെ കൊടുക്കൂ, ഇനി എന്ത് വന്നാലും അത്രേ കൊടുക്കൂ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് നിയമപരമായി നിലനിൽക്കുക? ഞാൻ അതിലേക്ക് വരാം. ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി ചോദിച്ചത് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ CPM പ്രതിനിധിക്ക് ഉളുപ്പ് വേണ്ടേ എന്നതാണ്, ഉളുപ്പുണ്ടോ എന്നതാണ് ചോദിച്ചത്. അത് സ്ഥിരം കോൺഗ്രസിന്റെ പ്രതിനിധികൾ ഓരോ ചർച്ചയിലും വന്ന് ചോദിക്കുന്നതാണ്, ഉളുപ്പുണ്ടോ. ചില ചർച്ചയിലൊന്ന് പറയും നിങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ടല്ല ശത്രുവാണെന്നൊക്കെ പറഞ്ഞ് ചർച്ച നടത്തും. അതൊക്കെ ഇവരുടെ സ്വാതന്ത്ര്യം. അപ്പൊ ഈ ശബരിമലയിലെ ഈ കോൺക്രീറ്റ് കൊടിമരത്തിന് ചെതല് പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അജയ് തറയിൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും ഭാരവാഹിയൊക്കെ ആയിരിക്കുമ്പോൾ അന്ന് നിങ്ങളുടെ പ്രതിനിധികൾക്ക് ഈ ചർച്ചയിൽ വന്നിരിക്കാൻ ഉളുപ്പുണ്ടായിരുന്നോ? ഒരു സ്വർണത്തിന്റെ ഒരു ഗ്രാം പോലും ആ കൊടിമരത്തിന് വേണ്ടി ഉപയോഗിക്കില്ല, മുഴുവൻ ദേവസ്വം ബോർഡിന്റെ പണം എടുത്തിട്ടാണ് ചെയ്യുന്നത് എന്ന് നിങ്ങളുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞ വാർത്ത പുറത്തു വന്നപ്പോഴും നിങ്ങൾക്ക് ഈ ഉളുപ്പുണ്ടായിരുന്നില്ലേ? ഇന്നിപ്പോ ജയറാം, സിനിമാ നടൻ ജയറാം അടക്കം സുരേഷ് ഗോപി അടക്കം ഉള്ളവർ പോയി ഇത്ര പവൻ സ്വർണം കിലോ ഞങ്ങൾ അങ്ങ് ഇതേ കൊടിമരത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്, അത് ഏൽപ്പിച്ചത് ഇന്ന ആളെയാണെന്നൊക്കെ പറഞ്ഞ് മൊഴി കൊടുക്കുമ്പോഴും അത്തരം വിവരം പുറത്തു വരുമ്പോഴും നിങ്ങൾക്ക് ഈ ഉളുപ്പില്ലേ? വിഷയം ഉയർന്നു വരും, ആ വിഷയത്തിന്റെ ഭാഗമായി അവരവരുടെ വേർഷൻ പറയാൻ ഓരോ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ചു വരും. ഞാനന്ന് പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്ന് ഘട്ടത്തിൽ തന്നെ ഞാൻ ചോദിക്കുകയും ചെയ്തു, ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. കാരണം ദേവസ്വം ബോർഡിന്റെ മുന്നിൽ വരാത്ത ഒരു വിഷയം, ഓഡിറ്റ് ചെയ്യാത്തൊരു വിഷയം, അതിലുണ്ടായിട്ടുള്ള ചർച്ച കിട്ടുന്ന മെറ്റീരിയൽ അനുസരിച്ച് അന്ന് പറഞ്ഞു. ഇപ്പൊ ബഹുമാനപ്പെട്ട മിസ്റ്റർ രാജഗോപാൽ പറഞ്ഞു ഓഡിറ്റ് റിപ്പോർട്ട് ശരിക്കും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് കണ്ടിരുന്നുവെങ്കിൽ ഈ സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. കറക്റ്റാണ്, ഇത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. ദേവസ്വം ബോർഡിന്റെ ദേവസ്വം ബോർഡിന്റെ ഒഫീഷ്യൽ കമ്മിറ്റിയോ ഇത് കണ്ടിട്ടില്ല. അതാണ് പറഞ്ഞത്, കുഴപ്പമുണ്ട്. മിസ്റ്റർ അഭിലാഷ്, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, LDF ഭരിക്കുന്നു എന്ന് വെച്ച് 100% ഉദ്യോഗസ്ഥന്മാരും LDFുമായി കമ്മിറ്റഡ് അല്ല, ഗവൺമെന്റുമായിട്ടും കമ്മിറ്റഡ് അല്ല. പല രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ളവർ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ചിലത് കാണാതെ പോകും, ചിലത് കാണും, ചിലത് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കും, ചിലത് പർവ്വതീകരിക്കും, ചിലത് മഹത്വവൽക്കരിക്കും, ചിലത് അങ്ങ് ഇല്ലാത്ത രീതിയിൽ പോകും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനല്ലേ ദേവസ്വം കമ്മീഷണർ. ആ കമ്മീഷന്റെ കയ്യിലേക്ക് കിട്ടുന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ടിലുള്ള വാചകമാണ് hence the auditor could not verify the actual expenses incurred by the subcontractors in relation to the execution of the work. അങ്ങ് കൃത്യമായി ഒരു വാചകം ഉള്ളപ്പോൾ, അതുമാത്രമല്ല ഫിസിക്കൽ വെരിഫിക്കേഷൻ, we have not carried out physical verification by the assets. ഇതൊക്കെ ഉള്ളപ്പോ എങ്ങനെ ഈ റിപ്പോർട്ട് കൊടുക്കും? എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ടിൽ അങ്ങനെ വന്നത് എന്ന് പരിശോധിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ദേവസ്വം ബോർഡ് കമ്മീഷണർക്ക് അധികാരമില്ലേ? അല്ലെങ്കിൽ അധികം ചെയ്യേണ്ടതല്ലേ, കടമയില്ലേ? ആ കടമ നിർവഹിക്കാതെ എങ്ങനെ ഇത് ഹൈക്കോടതിയിലെത്തി? അതാണ് അന്വേഷിക്കണമെന്ന് പറഞ്ഞത്, അന്വേഷിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത്. 26 വരെ ഇതിന്റെ ക്ലാരിഫിക്കേഷൻ കഴിയട്ടെ, ഞങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞത്. അപ്പൊ അതെല്ലാം ഭരിക്കുന്ന ഗവൺമെന്റ് ആണ്. ഒരു സ്വയംഭരണ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം പരിമിതികളുണ്ട്. ദൈനംദിന ഇടപെടലിൽ മന്ത്രിക്കോ വകുപ്പിനോ ഒരു അധികാരവുമില്ല, ഒരു റോളുമില്ല. ആ ഒരു സാഹചര്യത്തിൽ കുറ്റകരമായിട്ടുള്ള വീഴ്ച വരുത്തുന്ന ഒരു ഉദ്യോഗസ്ഥന്മാരെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കില്ല. അത്തരം ഉദ്യോഗസ്ഥന്മാരെ ന്യായീകരിക്കുന്ന സാഹചര്യവും ഒരു സാഹചര്യമില്ല. ആര് കുറ്റം ചെയ്തോ
അങ്ങ് ശിക്ഷ അനുഭവിച്ചോട്ടെ. ഇത് തന്നെയാണ് മറ്റേ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമല സ്വർണ്ണവുമായി ബന്ധപ്പെട്ടും ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളൊരു ചുമതല ഏൽപ്പിക്കുന്നു, ആത്മാർത്ഥമായി അത് നിർവഹിക്കുന്ന സർക്കാരിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ദേവസ്വം ബോർഡ് ഇങ്ങനൊരു ഇവന്റ് നടത്തി. ഈ ഇവന്റിന്റെ കണക്ക് കൊടുക്കാൻ കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ആവശ്യപ്പെട്ട കാര്യം ദേവസ്വം ബോർഡിന് അറിയാത്തതല്ലോ. ഹൈക്കോടതി നിശ്ചയിച്ച സമയപരിധി ദേവസ്വം ബോർഡിന് അറിയാത്തതല്ലോ. ഹൈക്കോടതി നിശ്ചയിച്ച സമയപരിധി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അറിയാത്തതല്ലോ. അപ്പോൾ ഒരു ഓഡിറ്റ് ദേവസ്വം ബോർഡ് ചുമതലപ്പെടുത്തിയതാണല്ലോ വിജയൻ ആൻഡ് അസോസിയേറ്റ്സിനെ. ആ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് ആ ഓഡിറ്റ് എങ്ങനെയാണ്, അവർ ചോദിച്ച വിവരങ്ങളൊക്കെ ഫർണിഷ് ചെയ്തിട്ടുണ്ടോ, ആ ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ പഠിക്കേണ്ടതല്ലേ, പരിശോധിക്കേണ്ടതല്ലേ എന്ന് ഈ ദേവസ്വം ബോർഡിനെ ഭരിക്കാൻ നിയോഗിച്ച ആളുകൾക്ക് എന്താ ഇത്ര കാലമായിട്ട് തോന്നാത്തത്? കെ ജയകുമാർ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. കെ രാജു കേരളത്തിൽ കഴിഞ്ഞ ടൈമിൽ മന്ത്രിയായിരുന്ന ആളാണ്. ഇവർക്കൊന്നും ഈ ദേവസ്വം ബോർഡിന്റെ ഈ കണക്ക് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തോന്നലുണ്ടാവാത്തത് എന്തുകൊണ്ടാണ്? ഇന്ന് അവരെ ആരെങ്കിലും ഓൺ ചെയ്യുന്നുണ്ടോ? ഞങ്ങളൊന്നും ഇക്കാര്യത്തിൽ പ്രതികളല്ല എന്ന് കൈ കഴുകുകയല്ലേ ചെയ്യുന്നത്? ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെപ്റ്റംബർ മാസം 9-ാം തീയതി തന്നെ ഹൈക്കോടതി കേസ് പരിശോധിച്ചപ്പോൾ ഇതിൽ അനുവാദം കൊടുക്കുകയും അയ്യപ്പ സംഘവുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള അനുവാദം കൊടുത്തപ്പോൾ തന്നെ 45 ദിവസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്ക് ഓഡിറ്റ് ചെയ്ത് റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞതാണ്. സുപ്രീം കോടതിയിൽ ഈ കേസ് പോയി. ആ ഘട്ടത്തിലും സുപ്രീം കോടതി അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടെങ്കിലും ഉത്തരവ് ഇല്ലെങ്കിൽ പോലും ഇത്തരത്തിലൊരു പരിപാടി നടത്തുമ്പോൾ ഒരു സ്വയംഭരണ സ്ഥാപനം, പ്രത്യേകിച്ച് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, കമ്മിറ്റഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ നിരീക്ഷണത്തിലുള്ള ഒരു സ്ഥാപനം, ആ സ്ഥാപനം ആ കണക്കുകൾ വെരിഫൈ ചെയ്യേണ്ടത് തന്നെയാണ്. അത് എന്തുകൊണ്ട് അത്തരത്തിലുള്ള വീഴ്ച സംഭവിച്ചു എന്നുള്ളത് പരിശോധിക്കണം. അത് ഏത് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് വന്നു? 45 ദിവസം കൊടുത്തിട്ട് പിന്നീട് എക്സ്റ്റൻഷൻ കൊടുക്കുന്നുണ്ട്. ആ എക്സ്റ്റൻഷൻ 2 തവണ കൊടുത്തിട്ടും കണക്ക് കാണിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ത് ഡിലേ ആണ് വന്നത്? ആരുടെയാണ് അതിന്റെ കാരണം? ആരുടെ ഭാഗത്തുനിന്നാണ് വീഴ്ച? പരിശോധിക്കട്ടെ. ഇതിലൊന്നും ഒരാളെയും ന്യായീകരിക്കില്ല. ശരിയുടെ നിലപാട് തന്നെയേ സ്വീകരിക്കൂ. അതുകൊണ്ട് ഇപ്പോ ഓഡിറ്റ് വെരിഫിക്കേഷനോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടാക്സ് ഫോഴ്സോ ഏത് ഫോഴ്സ് ഉണ്ടാക്കിയാലും എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഡിലേ വന്നത് എന്ന് പരിശോധിക്കേണ്ടത് തന്നെയാണ്. പിന്നെ എന്നോട് ആദ്യം ചോദിച്ച ചോദ്യത്തിൽ ഇന്ന് ദേവസ്വം ബോർഡ് ചെയർമാൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ MOU ഇത്രയുണ്ടെങ്കിലും 4.99 കോടിയിൽ മുഴുവൻ പരിപാടിയും ലിമിറ്റ് ചെയ്യണമെന്ന് ഒരു ധാരണയായിരുന്നുവെന്നും ആ ധാരണ ബഹുമാനപ്പെട്ട നിയമസഭയിൽ ഞങ്ങൾ അവതരിപ്പിച്ചു, MLA-മാരെ അറിയിച്ചു, അതുപോലെ ഹൈക്കോടതിയിൽ ഞങ്ങൾ അറിയിച്ചു, ദേവസ്വം ബെഞ്ചിനെ ഞങ്ങൾ അറിയിച്ചു. അങ്ങനെ ഒരു ധാരണയുടെ പുറത്താണ് ഈ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോയത് എന്നുള്ളത് ഇന്ന് ദേവസ്വം ബോർഡ് ചെയർമാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പരിശോധിക്കട്ടെ. കൃത്യമായി കൂടുതലായിട്ട് ബില്ല് ഈടാക്കിയിട്ടുണ്ടോ? ബില്ല് 7.4 കോടിയുടേതാണ്. നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ ഈ ബില്ലിൽ വന്നിട്ടുള്ള പെരുപ്പിക്കൽ ഉദാഹരണ സഹിതം വ്യക്തമാക്കിയതുമാണ്. അപ്പോ ബില്ല് പെരുപ്പിച്ചിട്ടുണ്ട് IIIC അല്ലെങ്കിൽ കരാറെടുത്തിട്ടുള്ള സ്ഥാപനം. അതെ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. 4.99 കോടി എന്ന് ഒരുമിച്ചിരുന്ന് കൺസിലിയേഷനിലൂടെ ധാരണയാകുകയും അത് നിയമസഭയെയും ഹൈക്കോടതിയെയും അറിയിക്കുകയും ചെയ്തതിനു ശേഷം കൂടുതൽ ബില്ല് കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. അത് കൃത്യമായിട്ട് വെരിഫിക്കേഷൻ നടത്തേണ്ടതാണ്. അത് വെരിഫൈ ചെയ്യുന്നത് തന്നെയാണ്. അതിനുശേഷം ഏറ്റവും ആദ്യം കൂടിയ ദേവസ്വം ബോർഡിന്റെ ഇന്നത്തെ യോഗം പരിശോധിച്ച് പറഞ്ഞിട്ടുള്ളത് അതിന് 10 ദിവസത്തിനുള്ളിൽ 26-ന് മുമ്പ് അത് വെരിഫിക്കേഷൻ പൂർത്തീകരിച്ച് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ട് വരട്ടെ, നമുക്ക് അതിനുശേഷം ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. ശരി, ആ റിപ്പോർട്ട് വരട്ടെ എന്നുള്ളതാണ്. ഇതിലൊരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ഹൈക്കോടതിയിൽ ജുഡീഷ്യൽ ഓഫീസറായിട്ടുള്ള ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ടും അതുപോലെ തന്നെ വിജയൻ ആൻഡ് അസോസിയേറ്റ്സിന്റെ ഓഡിറ്റ് റിപ്പോർട്ടും ഇത് രണ്ടും കോട്ട് ചെയ്ത് ആ റിപ്പോർട്ടിലെ ഈ 2 റിപ്പോർട്ടുകളിലെ വാചകങ്ങളാണ് മാതൃഭൂമി ന്യൂസ് വാർത്തയായി ഇതിനു മുമ്പുള്ള ഒരാഴ്ച കൊടുത്തുകൊണ്ടിരുന്നത്. ഓരോ വിഷയത്തിലും ഓരോ കാര്യത്തിലും കൃത്യമായി അത് കോട്ട് ചെയ്ത് മാത്രമാണ്, അതല്ലാതെ കൂടുതലായി ഒരു വാചകം പോലും പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഞാനൊരു തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ വെച്ചിട്ട് സുനിൽ കനുഗോലുവിനെ കണ്ടു. എന്നിട്ട് കനുഗോലു പറഞ്ഞു തന്ന കാര്യങ്ങളാണ് വാർത്തയായി കൊടുത്തത് എന്ന് വരെ പ്രചരിപ്പിച്ചു. നോക്കൂ, ഹൈക്കോടതിയുടെ കയ്യിലുള്ള പൊതുരേഖകൾ കോട്ട് ചെയ്ത് എക്സ്ട്രാ ആയിട്ട് ഒരു വാചകം പോലും പറയാത്ത ഒരു കാര്യത്തിലാണ് ഇത് എന്നോർക്കണം. സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പറയുന്നു എന്നുള്ളതിനെ അത് പാർട്ടികളെ പിന്തുണയ്ക്കുന്ന ആളുകൾ അവരുടെ നറേറ്റീവ് പുഷ് ചെയ്യാൻ എന്നും പറയുമല്ലോ. പക്ഷേ മാധ്യമ പ്രവർത്തകർ എന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ പോലും ഇതൊക്കെ PR ആണ്. എന്ത് രേഖയുള്ള ഓഡിറ്റ് റിപ്പോർട്ട്, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഓഡിറ്റ് റിപ്പോർട്ടുള്ള ഒരു വിഷയത്തിൽ ഇത് PR ആണ് എന്നൊക്കെ അവകാശപ്പെടുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോയി.
മാധ്യമ പ്രവർത്തനമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഈ കാര്യം ചെയ്യണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അക്കാര്യത്തിലെ സംശയം. പക്ഷേ ശങ്കുട്ടിദാസ് ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. റിവൈസ്ഡ് ഓഡിറ്റ് റിപ്പോർട്ട് 26-ാം തീയതി സമർപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ റിവൈസ്ഡ് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും ക്ലാരിഫിക്കേഷൻ അക്കാര്യത്തിൽ ഉണ്ടാവും എന്നും കെ ജയകുമാർ വിശദീകരിച്ചു. ഇപ്പോൾ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് 1 കോടിയുടെ ഇനിയും 1 കോടി എന്തായാലും ബോർഡിന് കണ്ടെത്തേണ്ടതുണ്ടല്ലോ. ആ 1 കോടി നേരത്തെ സ്പോൺസർഷിപ്പ് തരാമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്തിട്ട് തരാതിരുന്ന ആളുകളിൽ നിന്ന് അങ്ങനെ ഒരു 1 കോടി കൂടി സംഘടിപ്പിക്കാനുള്ള പരിശ്രമം നടത്തുമെന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വാദം. അപ്പോൾ 26-ാം തീയതി ആകുമ്പോഴേക്ക് ഈ കാര്യത്തിൽ കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെ ബോധിപ്പിക്കാൻ കുറെ കുഴപ്പങ്ങളൊക്കെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് പറ്റിപ്പോയി, പക്ഷെ ഞങ്ങൾ ഇപ്പോൾ തട്ടിക്കൂട്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു, 4.99 കോടിക്ക് നിർത്തുന്നു എന്ന് പറഞ്ഞ് ബോധിപ്പിക്കാൻ കഴിയും എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ വിശ്വസിക്കാമോ? ഒരു കാരണവശാലും അത് സാധിക്കില്ല. എന്തൊരു അസംബന്ധമാണ് ഇവർ ഈ പറയുന്നതാണ്. ഇത് നോക്ക്, കേരളത്തിന്റെ പൊതുസമൂഹത്തെ എത്ര വളരെ വില കുറച്ചിട്ടാണ് ഇവർ കാണുന്നത്. അതായത് 8.22 കോടി രൂപയ്ക്ക് MOU ഉണ്ടാക്കി. ആ MOUവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പണി പൂർത്തീകരിച്ച് അവർ 7.11 കോടി രൂപയുടെ ഒരു ബില്ല് കൊടുത്തിട്ടുള്ള ഒരു കാര്യത്തിൽ ഞങ്ങൾ 4.99 കോടി രൂപയെ കൊടുക്കുള്ളൂ എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ലിമിറ്റ് ചെയ്യാൻ ഞങ്ങൾ പറയും, ബാക്കി പൈസ ഞങ്ങൾ തരില്ല. അവിടെ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, 95 ലക്ഷം രൂപ ഹോട്ടലുകളുടെ ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ, അത് നമ്മൾ 75 ലക്ഷമേ കൊടുക്കുള്ളൂ. അത് അപ്പം അവർ പ്രശ്നം ഉണ്ടാക്കില്ല. അതറിയില്ല, ഞങ്ങളത് 75 കൊടുക്കുള്ളൂ. ഇതെങ്ങനെ ഇത്രയും നിരുത്തരവാദിത്വപരമായി പറയാൻ സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ്? ഇപ്പൊ കഴിഞ്ഞ ചർച്ചയിലൊക്കെ പറഞ്ഞു ഈ ബില്ലുകളൊന്നും ശരിയല്ല, ഇതെല്ലാം ഓഡിറ്റിംഗ് സ്ഥാപനത്തിന്റെ ഭാഗത്തുള്ള പെശകാണ്. ഈ പറയുന്ന ഓരോ ഐറ്റത്തിന്റെ മുകളിലും ഇട്ടിട്ടുള്ള ബില്ലുകളൊന്നും ശരിയല്ല, ഇതൊന്നുമല്ല യഥാർത്ഥ ബില്ല്. ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്താത്തതുകൊണ്ടാണ് ഫേക്ക് ബില്ലുകളെ ആശ്രയിച്ചുകൊണ്ടുള്ള ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഇതിലെ ഒരു ബില്ലിനെ പോലും ഈ പറയുന്ന ജയകുമാർ ഡിനൈ ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞു ചില കാര്യങ്ങളുടെ കാര്യത്തിൽ ഇവർ കുറച്ച് പെരുപ്പിച്ച് കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിക്കാത്ത ആളുകളുടെ പേരിൽ ഭക്ഷണം കഴിച്ചതിന്റെ ബില്ലൊക്കെ ഉണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ഇവർ ഇട്ട ബില്ലെല്ലാം ശരിയാണെന്ന് തന്നെയാണ്. ഈ ബില്ലുകൾ തെറ്റാണെന്നോ 4.99 കോടിയിൽ തീർക്കാവുന്ന ഒരു പണിക്ക് ഇവർ 7 കോടി രൂപയുടെ ബില്ലിട്ടതാണെന്നോ അദ്ദേഹം പറയുന്നില്ല. അവരുടെ നിർമ്മാണത്തിന്റെയും പ്രവർത്തനത്തിന്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ബില്ലിട്ടിട്ടുള്ളത്. ഇതിൽ മുഖ്യമന്ത്രിയുടെ കട്ടിലിന്റെ 1,15,000 ബില്ലിനെ പോലും അദ്ദേഹം ഡിനൈ ചെയ്തില്ല. അതിനെപ്പറ്റി ചോദ്യം വന്നപ്പോൾ, അതായത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം തങ്ങാൻ വേണ്ടിയിട്ട് 1 ലക്ഷം രൂപയുടെ കട്ടിലും 15,000 രൂപയുടെ മെത്തയും മേടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് ഞങ്ങൾ പരിശോധിക്കട്ടെ, നല്ല കട്ടിലാണെങ്കിൽ നമുക്ക് ഇനി ഉപയോഗിക്കാലോ, പ്രധാനപ്പെട്ട ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കിടക്കാലോ എന്നാ പറഞ്ഞത്. അതായത് ഈ ബില്ലുകളെയൊക്കെ ശരി വെച്ചുകൊണ്ട് ഇദ്ദേഹം പറയാണ് ഒക്കെ ശരിയാണ്, ഈ ബില്ലൊക്കെ ഉള്ളത് തന്നെയാണ്, പക്ഷെ ഞങ്ങൾ ഇത്രയും കൊടുക്കില്ല എന്ന്. ഇത് എങ്ങനെയാണ് ഈ ഒരു ആധികാരികമായിട്ടൊരു വാർത്താ സമ്മേളനം വിളിച്ചിട്ട് ഇങ്ങനത്തെ കാര്യം പറയാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പിന്നെ സർക്കാരിന് ഈ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലെന്ന് എങ്ങനെയാ പറയാ? സർക്കാരിന്റെ നേതൃത്വത്തിലല്ലേ ദേവസ്വം ബോർഡ് ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്? അതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സന്നിഹിതരായിരുന്നില്ലേ? ദേവസ്വം മന്ത്രി അതിന്റെ രക്ഷാധികാരി ആയിരുന്നില്ലേ? മുഖ്യമന്ത്രിയല്ലേ അതിന്റെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത്? ഇതിന്റെ സംഘാടനം മുഴുവൻ സർക്കാരിന്റെ സംവിധാനത്തിലൂടെയല്ലേ നടന്നിട്ടുള്ളത്? ഇതിൻ്റെ ബില്ലുകൾ പോലും സർക്കാരിൻ്റെ പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലല്ലേ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, അല്ലാണ്ട് ദേവസ്വം കമ്മീഷണറുടെ പേരിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പേരിൽ ഒരു 25,000 രൂപയുടെ ഒരു ബില്ല് ഒഴിച്ചാൽ ബാക്കിയുള്ള ഹോട്ടൽ ബില്ലുകൾ മുഴുവൻ സർക്കാരിൻ്റെ പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലല്ലേ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു കാര്യത്തിൽ വളരെ വലിയ ക്രമക്കേടും വളരെ വലിയ തിരിമറി നടന്നിട്ടുണ്ട്. നടക്കാത്ത ഭജനയുടെ പേരിൽ 8 ലക്ഷം രൂപയുടെ ബില്ലുണ്ട്. മുഖ്യമന്ത്രിയുടെ താമസത്തിന്റെ പേരിൽ മരാമത്ത് കോംപ്ലക്സ് മൊത്തത്തിൽ നവീകരിച്ചിട്ടുണ്ട്. ഒന്നാമത് മരാമത്ത് കോംപ്ലക്സ് എങ്ങനെ ICCC ചെയ്യുക? അത് PWD അല്ലേ ചെയ്യേണ്ടത്? അങ്ങനെയൊന്നും അല്ലാണ്ട് ഒരു ടെൻഡർ പോലും ഇല്ലാതെ അവിടെ വലിയ പണികൾ നടത്താനും അത് 4.99 കോടിക്കുള്ളിൽ നിർത്താമായിരുന്ന പണി തന്നെ 7 കോടി രൂപയ്ക്ക് നടത്തിയിട്ടുള്ള സാഹചര്യത്തിൽ ഇതിന്റെ ഒരു ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. ദേവസ്വം ബോർഡിനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള സർക്കാരല്ലേ, ഇതൊരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് അല്ലേ? UDFന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡുകൾ നടത്തിയിട്ടുള്ള ക്രമക്കേടുകൾക്കോ പിഴവുകൾക്കോ കോൺഗ്രസിന് ഉത്തരവാദിത്വം ഇല്ല നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? എന്നതുപോലെ നിങ്ങൾ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഇത്രയും പിടിപ്പ് കെട്ടിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ഇനി 26-ാം തീയതി ഇവർ കണക്കൊക്കെ ശരിയാക്കിയിട്ട് പുതിയ ഓഡിറ്റ് ബില്ല് കൊടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോൾ കോടതിയിൽ കൊടുത്തിട്ടുള്ള ഓഡിറ്റ് എന്താവും? അത് ഡ്രാഫ്റ്റ് ഓഡിറ്റ് ആണോ? അത് ട്രയൽ ഓഡിറ്റ് ആണോ? അങ്ങനെ ഒരു ഓഡിറ്റ് ഉണ്ടോ? ഒരേ കാര്യത്തിന്റെ പേരിൽ ഒരേ പരിപാടിയുടെ പേരിൽ 2 ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാവാൻ സാധിക്കുമോ? ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുന്ന ഒരു നടപടിക്രമമുണ്ട്. ഓഡിറ്റ് നടത്തുന്ന സമയത്ത് ഓഡിറ്റർ ക്വയറികൾ ചോദിക്കും, ആ ക്വയറികൾക്ക് ഉത്തരം കൊടുക്കണം. അതിൽ ശരിയല്ലാത്ത ക്വയറികൾ, ഈ ഓഡിറ്റർക്ക് ബോധ്യപ്പെടാത്ത കാര്യങ്ങൾ ഓഡിറ്റ് ഒബ്ജക്ഷനായിട്ട് റേസ് ചെയ്യും. ഒരൊറ്റ ഓഡിറ്റ് റിപ്പോർട്ടേ ഒരു കാര്യത്തിലുള്ളൂ. അല്ലാണ്ട് ആദ്യം ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുക, അത് ദേവസ്വം ബോർഡ് പരിശോധിച്ചിട്ട് അവർ പിന്നീട് അതിന് ചില വിശദീകരണങ്ങൾ കൊടുക്കുക, ടാസ്ക് ഫോഴ്സിനെ വെച്ച് കണക്ക് ശരിയാക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുക. ഇത്
ഇന്ന് കോടതിയുടെ മുമ്പിൽ വന്നിട്ട് ഈ 2 ഓഡിറ്റ് റിപ്പോർട്ട് വന്നാൽ ഒരേ പരിപാടിയുടെ പേരിൽ 2 ഓഡിറ്റ് റിപ്പോർട്ട് 8.22 കോടി രൂപയ്ക്ക് ഇത് നടത്താമായിരുന്നത് എങ്ങനെയാണെന്ന് പറയുന്ന ഒരു ഓഡിറ്റ് റിപ്പോർട്ടും 4.99 കോടിക്ക് ഇതേ പരിപാടി നടത്താമായിരുന്നു എങ്ങനെ നടത്താമായിരുന്നു എന്ന് പറയുന്ന ഒരു ഓഡിറ്റ് റിപ്പോർട്ട് വന്നാൽ ഏതിനെയാണ് കോടതി വിശ്വാസത്തിലെടുക്കുക? അപ്പൊ ഇത് നോക്കി, ഇത് ശുദ്ധ പരിഹാസ്യമായിട്ടുള്ള ഒരു അസംബന്ധ നാടകമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ജയകുമാർ വളരെ രത്നച്ചുരുക്കത്തിൽ പറഞ്ഞത് ഇത് ഒരുപാട് പണം വരുമെന്ന് വിചാരിച്ച് ആ തരത്തിൽ ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ്. ഞങ്ങൾ ഏതാണ്ട് 10 കോടി രൂപ ഇതിന്റെ ഭാഗമായിട്ട് സ്പോൺസർഷിപ്പിലൂടെ കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ 9 കോടി രൂപയ്ക്ക് ഒരു ആഗോള സംഗമം നടത്താം, ഒരു 4 കോടി രൂപയ്ക്ക് ഊരാളുങ്കലിന്റെ കീഴിലുള്ള ഈ സംവിധാനത്തെ പിരിച്ചുവിടാം, ബാക്കി 5 കോടി രൂപ നമ്മുടെ കയ്യിൽ വരും, അത് വേണ്ടപ്പെട്ടവർക്കൊക്കെ വീതിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ തുടങ്ങിയ ഒരു പരിപാടി ഉദ്ദേശിച്ച പോലെ സ്പോൺസർഷിപ്പ് വരാതിരുന്നപ്പോൾ അവസാനം 4.99 കോടി രൂപയ്ക്ക് നിജപ്പെടുത്താമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വന്നാലും ഇത് നടത്തുന്ന സംവിധാനത്തിനോട് നഷ്ടവും വരില്ല. കാരണം അവരോട് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബില്ല് എന്തായാലും നിങ്ങൾക്ക് തരാൻ പോണ പൈസ ഇത്രയേ ഉള്ളൂ എന്നുള്ളത് അവരോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് ഇങ്ങനെ നിജപ്പെടുത്തിയ സ്ഥിതിക്ക് ഞങ്ങൾ കൊടുക്കുന്ന പൈസ കൊണ്ട് അവർ തൃപ്തിപ്പെട്ടോളും, ബാക്കിയുള്ള ആളുകളെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ സമാധാനിപ്പിച്ചോളും. ഇത് ഇതിന് മുൻപേ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡിന്റെ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഒരു ക്രമക്കേടും ഒരു അഴിമതിയാണ്. അതിന്റെ പേരിൽ കൂടുതൽ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ള നഗ്നമായിട്ടുള്ള അഡ്മിഷനാണ് ഇവിടെ ദേവസ്വം ബോർഡ് ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ ഭാഗത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഞങ്ങൾ പ്രതികളല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അവരുടെ രണ്ടുപേരുടെയും നടപടി എടുക്കാനോ ഒരു അന്വേഷണം നടത്താനോ PS പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡിനെതിരെ ഈ ക്രമക്കേടിന്റെ പേരിൽ ഒരു അന്വേഷണം നടത്താനോ നടപടി എടുക്കാനെങ്കിലും തയ്യാറാവുമോ എന്നുള്ള കാര്യമെങ്കിലും ഇവിടെ CPIന്റെ പ്രതിനിധി പറയണം. അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ സമ്മതിക്കണം. കാരണം കഴിഞ്ഞ വട്ടം ഓഡിറ്ററുടെ തെറ്റും സ്പെഷ്യൽ കമ്മീഷണറുടെ തെറ്റും എന്നാണ് പറഞ്ഞത്. ഇപ്പൊ പറയുന്നത് എന്താ, ദേവസ്വത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന റിപ്പോർട്ട് ഞങ്ങൾക്ക് ഡേറ്റ് തെറ്റുന്നു, പേഴ്സണൽ അപ്പിയറൻസ് വേണമെന്ന് കോടതി നിർബന്ധിച്ചപ്പോൾ ആ സമയത്തിന്റെ ഒരു പ്രഷർ കൊണ്ട് എടുത്ത് കൊടുത്താണ്, അഫിഡവിറ്റ് പോലും ഇല്ലാണ്ട് കോടതിയിൽ കൊടുത്തതിന് ശേഷം പിന്നീട് വിവാദമായ സമയത്ത് അത് പരിശോധിച്ച് മാറ്റി കൊടുക്കാന്ന എന്താ വാദമൊക്കെ കഴിഞ്ഞു, കോടതി ശിക്ഷയും വിധിച്ചു, തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ പറയാണ് ഞങ്ങൾ ഒന്നും കൂടി ശരിക്കുള്ള വാദം ഇനിയാണ് പറയാൻ പോകുന്നത് പറയുന്ന പോലെ അപഹാസ്യമായിട്ടുള്ള ഒരു വാദമാണ് ഇപ്പൊ നിരത്തിയിട്ടുള്ളത്. ശരി 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 ശ്രീ പഴകുളം മധു, റിവൈസ്ഡ് ഓഡിറ്റ് റിപ്പോർട്ട് എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അവകാശവാദം. അതായത് ഫൈനൽ കണക്ക് ഓഡിറ്റ് ചെയ്ത് റിവൈസ്ഡ് ഓഡിറ്റ് റിപ്പോർട്ട് 26-ാം തീയതി സമർപ്പിക്കും. ആ റിവൈസ്ഡ് ഓഡിറ്റ് റിപ്പോർട്ട് സജ്ജമാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കണക്ക് ശരിയാക്കാനായിട്ടാണ് ടാസ്ക് ഫോഴ്സിനെ രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ദിവസം കിട്ടി, അത് അന്നേരം ടാസ്ക് ഒന്നുമില്ലായിരുന്നു. ഇപ്പൊ പക്ഷേ ഇത് വലിയ ടാസ്ക് ആയപ്പോൾ ഒരു ഫോഴ്സ് വന്നിട്ടുണ്ട്. അത് ഏത് നിലയ്ക്ക് നിയമപരമായി നിലനിൽക്കും എന്ന് നിയമവിദഗ്ധരാണ് അഭിപ്രായം പറയേണ്ടത്. പക്ഷെ കോടതിയുടെ മുമ്പിൽ ഇങ്ങനെ ഓരോ സമയത്തും തട്ടിക്കൂട്ടുകൊണ്ട് ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ? പക്ഷേ എനിക്ക് ഈ അരുൺകുമാർ എന്നെ കുറിച്ച് എന്തോ പറഞ്ഞിരുന്നു, എനിക്കിത് കേൾക്കാൻ കഴിഞ്ഞില്ല, ഇവിടുത്തെ മൈക്ക് ശരിയല്ലാത്തതുകൊണ്ട്. അതൊന്ന് പറയാമോ? എന്താണ് എന്നോട് ചില ചോദ്യങ്ങൾ അദ്ദേഹം ആദ്യം ചോദിച്ചിരുന്നു. അല്ല, അദ്ദേഹം താങ്കൾ നേരത്തെ അദ്ദേഹത്തിന് ഉളുപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കോൺഗ്രസ്സുകാർ ഉത്തരം പറയേണ്ട 2017 കാലത്തെ ദേവസ്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർക്കാണ് ഉളുപ്പ് വേണ്ടതെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി അത് വിളിച്ച് നമ്മളൊരു വലിയ ചർച്ച നടത്തണമെന്ന് തോന്നുന്നില്ല. നമ്മുടെ വിഷയം ഈ ഓഡിറ്റുമായി ബന്ധപ്പെട്ടതാണല്ലോ. ഇല്ല എനിക്ക് 2-3 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അഴിമതിയിൽ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു സർക്കാരാണ് കേരള സർക്കാർ. ദേവസ്വം ബോർഡും പ്രതിസ്ഥാനത്താണ്. ഈ മുന്നനുഭവം ഉണ്ടായിട്ടും ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൽ ഇത്രമാത്രം അവധാനതയില്ലായ്മ അല്ലെങ്കിൽ ഇത്രമാത്രം അഴിമതി ക്രമക്കേട് നടന്നത് എവരെ അറിയാതാണോ? CPM-ഉം ബോർഡും സർക്കാരും ബോർഡും രണ്ടാണ് എന്ന് സ്ഥാപിക്കാനാണ് CPM പ്രതിനിധി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കിതിൽ പങ്കില്ലെന്നാണ്. ഞങ്ങൾക്ക് പങ്കുണ്ട്, നിങ്ങളാണ് ഇത് കൊള്ള. ഞാൻ ചോദിക്കട്ടെ, ഒന്നാമത്തെ ചോദ്യം, ഊരാളുങ്കൽ സൊസൈറ്റി എങ്ങനെ ഇവിടെ വന്നു? നിങ്ങൾക്ക് ബന്ധമില്ലെങ്കിൽ, നിങ്ങൾക്ക് പണം കൊള്ളയടിക്കാൻ ലക്ഷ്യമില്ലെങ്കിൽ, നിങ്ങൾ കേരളത്തിലെ എല്ലാ കരാറുകളും കൊട്ടേഷൻ ഇല്ലാതെ ടെൻഡർ ഇല്ലാതെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഊരാളുങ്കൽ എങ്ങനെ ഇവിടെ വന്നു? ഒന്നാമത്തെ ചോദ്യം. ഊരാളുങ്കലിൻ്റെ 8.22 കോടി 4.99 കോടിയാക്കാനും അത് സമ്മതിക്കും ഊരാളുങ്കൽ എന്ന് വിശ്വസിക്കാനും എങ്ങനെ ഒരു ബോർഡിന് കഴിയുന്നു? ഇപ്പം നിങ്ങളുടെ ബന്ധം ഇതിൽ വളരെ വ്യക്തമാണ്, നിങ്ങളുടെ പാർട്ടിയുടെ ഇടപാട് വളരെ വ്യക്തമാണ്. നിങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളായി നിൽക്കുന്നത് നിങ്ങളുടെ നേതാക്കന്മാരാണ്, ജയിലിൽ കിടക്കാണ്. അവരെ ന്യായീകരിക്കാണ് നിങ്ങളുടെ പാർട്ടി ഇപ്പോഴും പുറത്താക്കിയിട്ടില്ല. ആ പാർട്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. ഈ ആഗോള താങ്കൾ ക്ഷമിക്കൂ, ഈ ആഗോള അയ്യപ്പ സംഗമം എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് നടത്തിയില്ല? എന്തുകൊണ്ട് എറണാകുളത്ത് നടത്തിയില്ല? നിരവധി ചോദ്യങ്ങളുണ്ട്. ആ അപഹാസ്യമായ ചോദ്യം കേരളത്തിലെ ജനങ്ങൾ കേട്ട് നിങ്ങളെ പുച്ഛിച്ച് തള്ളിയതാണ്. അവിടെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറ. എന്തിനാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി
ഇല്ല, വിഷയമാണ്. നിങ്ങൾ എനിക്ക് സംസാരിക്കാൻ അവസരം തരണം. ആങ്കറിനോട് ഞാൻ പറയാണ്, ഇവർക്കെല്ലാം ഇഷ്ടംപോലെ സമയം കൊടുത്തു, എനിക്ക് തരാതിരിക്കരുത്. എനിക്ക് പ്രസക്തമായ ചോദ്യമാണ്, എന്തിന് മുഖ്യമന്ത്രി തലേ ദിവസം പമ്പയിൽ പോയി കിടന്നു? അല്ല, എന്തിനു പോയി കിടന്നു? അവിടെ പോയി എന്ത് നെസസിറ്റി ഉണ്ടായിരുന്നു അവിടെ പോയി കിടക്കാൻ? അവിടെ തലേ ദിവസം പൂജ നടത്തിയെന്ന് പറഞ്ഞു. ചെയ്ത മഹാപാപങ്ങൾക്കെല്ലാം പാപം ഇരുന്നുകൊണ്ടല്ലേ, ക്ഷമ ഇരുന്നുകൊണ്ടല്ലേ മുഖ്യമന്ത്രി തലേ ദിവസം അവിടെ പോയത്? അദ്ദേഹത്തിന്റെ ദൂർത്തിന് വേണ്ടി കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കല്ലേ CPM ചെയ്തത്? ഈ കൊള്ളകളെല്ലാം നിങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ കണക്ക് ചോദിക്കുമ്പോൾ അവരുടെ കയ്യിലില്ല, രേഖകളില്ല. പല ചോദ്യങ്ങൾ ചോദിച്ചു. ജയകുമാർ IAS പറഞ്ഞു. അദ്ദേഹത്തെ കുറച്ചുകൂടി ഉത്തരവാദിത്തോടു കൂടി ബഹുമാനായ ജയകുമാർ IAS പെരുമാറണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഈ ആദ്യത്തെ ഒരു കണക്ക് കൊടുത്തു കോടതിയിൽ. എന്തുകൊണ്ടാണ്? അത് നെസസിറ്റി ഉണ്ടായിരുന്നു, കോടതിയുടെ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു, കൊടുക്കേണ്ടി വന്നു. എല്ലാവരുടെ തടുത്തുകൂട്ടി കണക്കും രേഖയും പരിശോധിച്ചപ്പോൾ കൊടുക്കാനില്ല. കാരണം ഇതിൻ്റെ എല്ലാം പിന്നെ കൊള്ളയാണ്. കൊള്ളയടിക്കാനുള്ള ഒരു ബോധപൂർവമായ നടപടി ഈ ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ട്. പ്രശാന്തിനെ എന്തുകൊണ്ട് ഇതുവരെ ഈ ഫ്രെയിംവർക്കിലേക്ക് കൊണ്ടുവരുന്നില്ല? പ്രശാന്ത് 2019 ചെയ്ത അതേ തെറ്റാണ് ഇപ്പോഴും ചെയ്തിട്ടുള്ളത്. ഇത് പുറത്തു കൊടുത്തുവിട്ട് അയാൾക്കെതിരെ ഒരു അന്വേഷണവുമില്ല. എന്തുകൊണ്ട്? അയാൾ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൻ്റെ ഇടപാടിലും കള്ളക്കണക്കിലും ഇത് കൂട്ടിക്കെട്ടി വെക്കാനുമൊക്കെ ചുമതല കൊടുത്ത അല്ലെങ്കിൽ നടത്തിയ ഉദ്യോഗസ്ഥന്മാരെ അദ്ദേഹം പിടിക്കേണ്ടതല്ലേ? ജയകുമാർ IAS ഈ ഓഡിറ്റ് റിപ്പോർട്ട് കണ്ടില്ലെങ്കിൽ, അദ്ദേഹത്തെ കാണിച്ചില്ലെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ അർഹനാണോ? അദ്ദേഹത്തിന് അതിനുള്ള എന്ത് ബാധ്യതയാണുള്ളത്? അദ്ദേഹം എന്തിനാണ് ഈ വിഴുപ്പ് പാണ്ഡം ചുമക്കുന്നത്? എനിക്ക് ഒരു ചോദ്യം ഇവിടെ ഉണ്ട്. അല്ല, ഇങ്ങനെ ശരിയെന്ന് പറയാതെ എൻ്റെ ഏറ്റവും പ്രസക്തമായ ചോദ്യം, ഈ സംഭവത്തിൽ പാർട്ടിയും സർക്കാരും രണ്ട് ഭാഗത്ത് ഞങ്ങൾക്കതിൽ ബന്ധമില്ല. എന്തിനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് ബോർഡ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ കേരളമെമ്പാടും വെച്ച് എന്തിനാണ് കെട്ടി എഴുന്നള്ളിച്ച് ഈ പിണറായി വിജയനെ പമ്പയിൽ കൊണ്ടുപോയത്? ശബരിമലയിൽ സാധാരണ ഭക്തന്മാരുടെ ഏതെങ്കിലും ഒരു ആവശ്യം പരിഹരിക്കാൻ ഈ ഗവൺമെന്റിനോ ബോർഡിനോ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നു? നിങ്ങൾ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പാപം കഴുകിക്കളയാനാണ്. പമ്പയുടെ മണൽപ്പുറത്ത് പിണറായി വിജയൻ കിടന്നുറങ്ങണമായിരുന്നു. 2 ലക്ഷത്തിന്റെ കട്ടിലും മെത്തയും ചുവപ്പ് പരവതാനിയും നിങ്ങൾ അവിടെ കൊണ്ടുപോകരുതായിരുന്നു. നിങ്ങൾ വീണ്ടും കേരളത്തെ കൊള്ളയടിച്ചു, മനസ്സാക്ഷിയെ കൊള്ളയടിച്ചു. നിങ്ങൾക്ക് മാപ്പില്ല. നിങ്ങൾ നീചന്മാരാണ്. നീചമായ പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തത്. അതുകൊണ്ട് ചർച്ചയിൽ വന്നിരുന്ന് അതിനെ ന്യായീകരിക്കാൻ അരുൺകുമാർ ശ്രമിച്ചാൽ അരുൺകുമാറെ കേരളത്തിലെ ജനങ്ങളുടെ ശൗര്യം, വെറുപ്പ് നിങ്ങൾക്കെതിരെ ഉണ്ടാകും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ശരി, ഓക്കെ. ശ്രീ TK രാജഗോപാൽ, കോടതിയെ ബോധിപ്പിക്കേണ്ട കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ സമൂഹത്തെ ബോധിപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ. 8.22 കോടിക്കായിരുന്നു IIIC-യുമായിട്ടുള്ള MOU. അതേക്കുറിച്ച് K. ജയകുമാർ പറയുന്നത് അന്നത്തെ ദേവസ്വം ബോർഡ് ഒരു MOU-നെ കുറിച്ച് ആലോചിച്ചപ്പോൾ 8.22 കോടി എന്നുള്ളത് റീസണബിൾ ആയിട്ട് തോന്നി. അപ്പോൾ പിന്നെ 4.99 ആക്കിയതോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അതൊരു പുനർവിചിന്തനത്തിൽ 4.99 ആണ്, റീസണബിൾ ആണ് എന്ന് അപ്പോൾ തോന്നി എന്നാണ്. തോന്നലാണ് എല്ലാം. ഇത് വസ്തുതാപരമായ എന്തെങ്കിലും കാരണമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അന്നേരം ഒരു തോന്നൽ ഒരു സമയത്ത് തോന്നി, അതനുസരിച്ചൊരു MOU. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു തോന്നൽ തോന്നി, അതുകൊണ്ട് 4.99 ആക്കി. ഇപ്പം എന്തായാലും 7 കോടിയുടെ ബില്ലുണ്ട്, 7.4 കോടിയുടെ ബില്ല്. അത് പക്ഷേ 4.99 ഇനി എന്ത് ചെയ്താലും കൊടുക്കാനും പറ്റുമെന്ന് പറയുന്നു. ഇതൊക്കെ സാധാരണ മനുഷ്യർ കേട്ടാൽ അവരെങ്ങനെയാ അതൊക്കെ വിശ്വസിക്കുക? അഭിലാഷിനെ കുറിച്ച് അഭിലാഷനെ നേരത്തെ പറഞ്ഞില്ലേ ചില പ്രകടനങ്ങൾ സോഷ്യൽ മീഡിയ നടന്നു എന്ന്. അഭിലാഷ് കനകോലുവിനെ കണ്ടതിന് ശേഷം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് എന്നൊക്കെയാണല്ലോ ആക്ഷേപങ്ങൾ വന്നു. അങ്ങനെ വല്ലവരെയും കണ്ടിരുന്നോ? കനകോലു മറ്റേ വിസ്മയം മറ്റോ സൃഷ്ടിക്കുമോ അഭിലാഷേ? ഞാൻ കനകോലുവിന്റെ ഫോട്ടോ കണ്ടിട്ടില്ല. എന്തോ വീഡിയോയോ വിഷ്വലോ ഒക്കെ കണ്ടിട്ടുള്ളൂ ജീവിതത്തിൽ, ജീവനോടെ കണ്ടിട്ടില്ല. അഭിലാഷ് ഇപ്പൊ ചോദിച്ചതിന് ഉത്തരവ് തന്നെയാണ്. MOU 8.something കോടിയുടെയാണ് MOU വന്നിരിക്കുന്നത്. പക്ഷേ അവർക്ക് 7.4 7.4 ബില്ലുകളാണ് അവർ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. IIIC സബ്മിറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഞങ്ങൾ 5 കോടിയെ കൊടുക്കത്തുള്ളൂ, 4.99 കോടിയെ കൊടുക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. ജയകുമാർ സാറിന്റെ പത്രസമ്മേളനത്തിൽ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഒരു പക്ഷെങ്കില് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഒരു സബ്സിഡറി സ്ഥാപനമൊക്കെ ആയതുകൊണ്ടും അവരുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടും ഊരാളുങ്കലിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ സർക്കാരിന് സാധിക്കുമായിരിക്കും, നിങ്ങൾ അത്രയും കൊണ്ട് അങ്ങ് തൽക്കാലം ക്ഷമിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അവര് പിന്മാറുമായിരിക്കും. പക്ഷെ അതല്ലാത്ത വേറെ ആളുകളുണ്ടല്ലോ. ഇപ്പൊ ഗോകുലം, ഇപ്പൊ ഹോട്ടൽ അക്കോമഡേഷൻ ഉണ്ട്. കൊടുക്കാനുണ്ട്. അല്ല, അതിൽ കുറച്ച് KTDC ഒക്കെ ഉണ്ട്. ചിലപ്പോ അത് അവര് വേവ് ചെയ്ത് കൊടുക്കുമായിരിക്കും. KTDC, കുമരകം ഗേറ്റ്വേ, അങ്ങനെയൊക്കെ. കുമരകം KTDC ചിലപ്പോൾ വിട്ടുവീഴ്ച ചെയ്യുമായിരിക്കും. അത് സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. പക്ഷെ ഗോകുലം ഗ്രാന്റിന്റെ 12.5 കോടി ആര് കൊടുക്കും? 12.5 ലക്ഷം ആര് കൊടുക്കും?
അതൊരു ചോദ്യമായിട്ട് നിൽക്കുന്നില്ലേ? അത് താജിന്റെ ബില്ലുണ്ട്. താജ് ഹോട്ടൽ 5 സ്റ്റാർ ആണല്ലോ. കുമരകത്തെ താജിന് 5,24,000 കൊടുക്കാനുണ്ട്. 5,24,000 താജിന് കൊടുക്കാനുണ്ട്. അവരോട് എന്ത് പറയും? അഭിലാഷ്, ഞാൻ അവിടെ ഒരു ചോദ്യം ചോദിച്ചു. അവരോടൊക്കെ എനിക്ക് തോന്നുന്ന കെ ജയകുമാറിന്റെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ പണ്ട് ചിന്താവിഷ്ടയായ ശ്യാമള എന്നുള്ള സിനിമയില് ശ്രീനിവാസ് പറഞ്ഞില്ലേ, ഓംലെറ്റ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം എന്ന് പറഞ്ഞത് അദാനിയുടെ ഫണ്ട്, അദാനി ഒരു ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു 1 കോടി രൂപ തരാം എന്ന്. അത് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അദാനിയുടെ ഓഫർ, ആ തുക വരുന്നുണ്ടെന്നുള്ളതാണ്. ഇന്ത്യയിലെ ഇത്രയും ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു കമ്പനിയാണോ അദാനി ഗ്രൂപ്പ് എന്ന് പറയുന്നത്? അത് വരുന്നു എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ് എല്ലാവരും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതോ ഇനി പൈസ വന്നിട്ടുണ്ടോ? അദാനിയുടെ പൈസ എന്തായാലും അവര് കടം പറയത്തില്ലല്ലോ. ഒരു കടം പറയുന്ന ഒരു ഏജൻസി അല്ല അദാനി എന്ന് പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അവിടെ പൈസ വന്ന് കാണും. അത് ഏത് അക്കൗണ്ടിലെ എങ്ങനെ അക്കൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വേണം ഇന്ന് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒന്ന് വെരിഫൈ ചെയ്യാനെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഒരു അഭിപ്രായം അതാണ്. അദാനി എങ്ങനെ കടം പറയാൻ സാധ്യതയില്ല. ഇപ്പൊ മറ്റ് സ്പോൺസർമാരൊക്കെ തിരിഞ്ഞു പോയി കാണാം. അതുകൊണ്ടാണ് പറയുന്നത് 5 കോടിയെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി ഈ MOU ഒപ്പിട്ടിരിക്കുന്ന ഈ കമ്പനിക്ക് 2 കോടി ചില്ലാനും കൊടുക്കാനുണ്ട്. ദേവസ്വം ബോർഡിന്റെ നഷ്ടമുണ്ട്. 1.15 കോടി ദേവസ്വം ബോർഡ് കണ്ടെത്തണം ഇനി. ശരി, അല്ല അത് തീർച്ചയായിട്ടും കണക്ക് വന്നിരിക്കുന്നത്. അതെ, അല്ല അത് ഇപ്പോ ഈ ജയകുമാർ അംഗീകരിച്ച കണക്കനുസരിച്ചാണ് ഈ 1 കോടി ചിലരുടെ കണക്ക്. നോക്കൂ, ഇതിലെ കണക്കൊക്കെ ദേവസ്വം ബോർഡിന്റെ കണക്ക് 4.99 കോടി, 1 ലക്ഷം കൂടി ഇട്ട് 5 ആക്കില്ല. ബാറ്റയുടെ ചെരുപ്പ് പോലെയാണ് ദേവസ്വം ബോർഡിന്റെ കണക്കൊക്കെ. 4.99 ശ്രീ അരുൺകുമാർ, നമ്മൾ ഈ ദേവസ്വം ബോർഡ് പറയുന്ന കണക്കല്ലാതെ കണക്കെടുത്താൽ ബാധ്യതയായിട്ട് ഇപ്പോൾ 4,35,00,000 ചില്ലറയുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ബില്ല്, ഹോട്ടൽ ബില്ല് അടക്കം കൊടുക്കാനുള്ളത്. അപ്പൊ ഈ കൊടുക്കാനുള്ള ബില്ല് ഞങ്ങൾ ഇത്രേ കൊടുക്കൂ, ഇനി 1 കോടിയും കൂടെ, 1 കോടി ചില്ലറ കൊടുക്കൂ, അത് തന്നെ സ്പോൺസർഷിപ്പ് വഴി വേറെ കണ്ടെത്തുമെന്ന് അദ്ദേഹം പറയുന്നു. ബാക്കിയുള്ള ഭീമമായ തുക ഉണ്ടല്ലോ, ഹോട്ടലുകൾക്ക് അടക്കം കൊടുക്കാനുള്ള തുക, അതൊക്കെ എന്ത് ചെയ്യും? അത് വേവ് ചെയ്ത് കിട്ടുമോ? അതല്ലെങ്കിൽ അത് കൊടുക്കില്ല, ഞങ്ങൾ തരില്ല എന്ന് പറയുമോ? അഭിലാഷ്, 2 കാര്യത്തിലാണ് മറുപടി പറയാനുള്ളത്. ഒന്ന്, കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു ഇത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. അപ്പൊ സ്വർണ്ണക്കൊള്ളയുടെ വിവരം ആദ്യം പുറത്തു വന്നു, അത് കഴിഞ്ഞ് ആഗോള അയ്യപ്പ സംഗമം എന്ന രൂപത്തിലാണ്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ അവസാനം ഉണ്ണികൃഷ്ണൻ പോറ്റി താങ്ങുവീടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംശയം ഉന്നയിച്ചു. അതാ ഞാൻ കൊടുത്തത് അവിടെ ഇല്ലെന്ന് കള്ളം പറഞ്ഞു. അവിടെ നിന്നാണ് ഇവിടുന്ന് തുടക്കം. അപ്പൊ അതുകൊണ്ട് കൃത്യമായി ബോധ്യമുണ്ട്. മാതൃഭൂമി ദിനപത്രം തന്നെ പുറത്തു വിട്ടല്ലോ എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കാൻ കാരണം. അവിടെ രണ്ടാമതും അങ്ങ് പാളി കൊടുത്തുവിടാത്തത് കൊണ്ട് അതിന്റെ വിരോധത്തിൽ അന്നത്തെ പ്രിയ പ്രശാന്ത് കൊടുത്തുവിടരുതെന്ന് പറഞ്ഞു, ഉദ്യോഗസ്ഥരുടെ കൈ കൊടുത്തുവിടണം. ആ വിരോധം വെച്ചുകൊണ്ട് പല സ്പോൺസറിങ്ങും അദ്ദേഹം ഇടപെട്ട് തടസ്സപ്പെടുത്തി എന്നതാണ് തുടക്കം എന്നുള്ള വാർത്ത 3 ദിവസം മുമ്പ് മാതൃഭൂമി ദിനപത്രത്തിൽ വന്നിരുന്നു. അപ്പൊ കോൺഗ്രസ് കയ്യിൽ കിട്ടുന്ന ഗുളിക വെച്ചിട്ടങ്ങ് പറയാണ് അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ്. ഇപ്പൊ ഒരു വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്, അതിൽ കൃത്യമായിട്ട് എന്തൊക്കെയാണ് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായി അതിനെന്താണ് ഡിഫൻസ് എന്ന് തേടി പോകുക കോൺഗ്രസിന്റെ പ്രതിനിധി. പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം, ഇവിടെ എപ്പോഴാണ് ഈ 4.99 ലിമിറ്റ് ചെയ്തത്? അത് ഇപ്പോഴല്ലല്ലോ. അഭിലാഷം മനസ്സിലാക്കുക, ആഗോള അയ്യപ്പ സംഗമം നടന്നത് സെപ്റ്റംബർ മാസം 20-നാണ്. അതിന്റെ കോടതി കേസ് പരിഗണിച്ചത് സെപ്റ്റംബർ മാസം 9-നാണ്. 2025 സെപ്റ്റംബർ മാസം 9-ന് വാദമധ്യയാണ് ഞങ്ങൾ MOU അതുപോലെ പ്രപ്പോസൽ വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇത് 4.99 ലിമിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് കേരളത്തിന്റെ ഹൈക്കോടതി അറിയിച്ചത്. അത് ഹൈക്കോടതി കൃത്യമായി നിയമസഭയെ അറിയിച്ചതും ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് മുമ്പാണ്. ഒരു പ്രപ്പോസൽ ഇത്ര വന്നു എന്ന് വെച്ച് ഇതിൽ ലിമിറ്റ് ചെയ്യണമെന്ന് ദേവസ്വം ബോർഡ് തീരുമാനിച്ച് കൺസെൻസസ് ആയി പരസ്പര സമ്മതത്തോടെ ലിമിറ്റ് ചെയ്തു. പിന്നെ ബില്ല് അതിൽ കൂടുതൽ കൊണ്ടുവന്നാലും ഞങ്ങൾ ഇത്രയേ കൊടുക്കൂ എന്ന് പറയാൻ ദേവസ്വം ബോർഡിന് എല്ലാ അധികാരമുണ്ട്. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിലോ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം അല്ല ലിമിറ്റ് ചെയ്തത്, അയ്യപ്പ സംഗമം നടക്കുന്നതിന് മുമ്പേ തന്നെയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ വാദങ്ങളൊന്നും അതിൽ നിൽക്കില്ല. 1 രൂപ പോലും ജനങ്ങളുടെ നഷ്ടപ്പെടുന്ന, അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന് ഉണ്ടാകില്ല. സ്പോൺസറിങ് ഉറപ്പ് പറഞ്ഞവരുടെ പണം കൂടി കൈപ്പടിയിൽ ഒതുക്കി കൃത്യമായി ഇതിന്റെ കടം തീർക്കും. കൃത്യമായിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൊടുക്കും. ഒരു തരത്തിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അനോമലിയും നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. 26-ന് തന്നെ പറയാണ്ട് ഇപ്പൊ പറയാം. 15 സെക്കൻഡ്. ദേവസ്വം മന്ത്രി വാസവനാണ് ഇക്കാര്യത്തിലെ ഒന്നാമത്തെ പ്രതി. എന്തായാലും നോക്കാം. 26-ാം തീയതി റിവൈസ്ഡ് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കും എന്നാണ് പറഞ്ഞത്. എന്താണ് കോടതി എന്താണ് ഇതിൽ കാണുന്നത്, എന്താണ് ദേവസ്വം ബെഞ്ച് ഇക്കാര്യത്തിൽ കാണുന്നത് നോക്കാം, വരാം. അപ്പോൾ നമുക്കത് വീണ്ടും ചർച്ച ചെയ്യാം. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.